ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസ് LSGS മോഡൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ന്യൂ ഇയർ എക്സാംസ് എന്ന സീരീസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ഗവേൺസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൂടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. സോ അതിന് കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി ഞാൻ എടുക്കുന്ന ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ഈ ഗവേൺസ് ആയാലും കൺസെപ്റ്റ്സ് ഓഫ് ഗ്രാസ് റൂട്ട്സ് ലെവൽ ഡെവലപ്മെന്റ് ആയാലും എക്കണോമിക്സ് ആയി കഴിഞ്ഞാലും അർബൻ ഗവേൺസ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഈ ഗവേൺസിന്റെ ന്യൂ ഇയർ എക്സാം സീരീസിലെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കൺസെപ്റ്റ്സ് ഓഫ് ഗ്രാസ് റൂട്ട്സ് ലെവൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എക്സാം പോയിന്റ് ഓഫിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ കടന്നുപോയിരിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. കുറച്ചധികം ചോദ്യങ്ങളുണ്ട്, അതിന് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ട് പോകും. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ന്യൂ ഇയർ എക്സാംസിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണിത്. ആദ്യത്തെ ചോദ്യം എന്താണ്? ദിസ് മോസ്റ്റ് widely accepted definition of sustainable development was given by the Brundtland Commission in its റിപ്പോർട്ട്. എന്താണ് ഇവിടെ പറയുന്നത്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ. എന്താണ് പറയുന്നത്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു കൺസെപ്റ്റിന് ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ട ഒരു ഡെഫിനിഷൻ ഉണ്ട് അല്ലേ. ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യമാണ്. ഇന്നത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ടാവരുത്, ഭാവിയിലുള്ള ആവശ്യങ്ങളെ കൂടെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം വികസനം, സുസ്ഥിരമായുള്ള വികസനമായിരിക്കണം എന്ന രീതിയിൽ പറയുന്നതാണ് ആ ഒരു കമ്മീഷന്റെ റിപ്പോർട്ട് അല്ലേ. സോ റിപ്പോർട്ടിന്റെ പേരെന്തെന്നാണ് ചോദ്യം വന്നത്. ദ മോസ്റ്റ് വൈഡ്ലി അക്സെപ്റ്റഡ് ഡെഫിനിഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വാസ് ഗിവൺ ബൈ ദ ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ ഇൻ ഇറ്റ്സ് റിപ്പോർട്ട്. ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മോഡലിന്റെ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന്റെ ഏറ്റവും അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ തന്നത്. സോ അദ്ദേഹം അല്ലെങ്കിൽ ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ ഏത് റിപ്പോർട്ടിലൂടെയാണ് ഈ ഒരു ഡെഫിനിഷൻ തന്നതെന്നാണ് ചോദ്യം. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഒന്നാമത്തെയാണ്. എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ആണോ, അല്ലെങ്കിൽ അവർ കോമൺ പാസ്റ്റ് ആണോ? ഇങ്ങനെ എന്തോ ഒരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അവർ കോമൺ പാസ്റ്റ് ആണോ, അല്ലെങ്കിൽ അവർ കോമൺ ഫ്യൂച്ചർ ആണോ, അല്ലെങ്കിൽ അവർ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ആണോ? ഈ തന്ന 4 ഓപ്ഷനിലെ ഏത് റിപ്പോർട്ടിലാണ് നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഡെഫിനിഷനിലെ ഏറ്റവും അക്സെപ്റ്റഡ് ആയിട്ടുള്ള ആ ഒരു കാര്യം കാണാൻ വേണ്ടി സാധിക്കുന്നത്? നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഉത്തരം വരുന്നത്? അവർ കോമൺ ഫ്യൂച്ചർ ആണല്ലേ. അവർ കോമൺ പാസ്റ്റ് എന്നൊക്കെ കാണുമ്പോൾ എന്താണ് ചാടിക്കയറി നമ്മൾ എഴുതി പോകരുത്, മാർക്ക് ചെയ്ത് പോകരുത്. ഓൺലൈൻ എക്സാം അല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ. ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ലാപ്പിൽ ഒരു 10 മിനിറ്റ് ഒക്കെ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് ഓടിച്ചു പോയിട്ട് സപ്പോസ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ ഒരു ഓപ്ഷൻ മാറ്റി കൊടുക്കാം. ബട്ട് ഇവിടെ എന്താണ് നമുക്ക് ആ എക്സാം ഒക്കെ അർപ്പിക്കുന്ന അല്ലെങ്കിൽ ആ എക്സാം ആ രീതിയിലുള്ള പേപ്പർ എക്സാം ആയതുകൊണ്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്താൽ പിന്നെ എന്താണ് കഴിഞ്ഞു അല്ലേ. നമ്മൾ അറിയാതെ മാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാലും തീർന്നു, അതവിടെ കഥം എന്ന് പറഞ്ഞതുപോലെ തീർന്നതാണ്. സോ ഇത്തരത്തിലെ ചോദ്യങ്ങൾ കൃത്യമായിട്ട് വായിച്ച് നോക്കണം. ഇനി അങ്ങോട്ട് ഓരോ രീതിയിൽ എങ്ങനെ ചോദ്യം അറ്റൻഡ് ചെയ്യണം, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ചർച്ച ചെയ്തിട്ട് പോകുന്നതായിരിക്കും. സോ ഉത്തരം എന്താണ്? അവർ കോമൺ ഫ്യൂച്ചർ എന്ന് പറയുന്ന റിപ്പോർട്ടിലാണ്, ബ്രണ്ട്ലാൻഡ് കമ്മീഷന്റെ റിപ്പോർട്ടിലാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് ഏറ്റവും അക്സെപ്റ്റഡ് ആയിട്ടുള്ള വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി ഒരു കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. The concept of sustainable development was emphasized by the United Nations Conference on Environment and Development. UNCED ആണ് ഇതിനാദ്യമായിട്ട് എന്താണ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ഒരു കമ്മീഷനെയും കാര്യങ്ങളൊക്കെ നിയമിക്കുന്നത് അല്ലേ. UNCED അഥവാ യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അങ്ങനെ എന്താണ് 1983 UN എന്ത് ചെയ്തു? വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് രൂപീകരിച്ചു അല്ലേ. ആരുടെ അധ്യക്ഷതയിലാണ്? ബ്രണ്ട്ലാൻഡിന്റെ ഗ്രോ ഹാർലം ബ്രണ്ട്ലാൻഡ്, അന്നത്തെ നോർവേയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഗ്രോ ഹാർലം ബ്രണ്ട്ലാൻഡിന്റെ നേതൃത്വത്തിൽ ഈ ഒരു കമ്മീഷൻ നിയമിച്ചത് കൊണ്ട് ആ കമ്മീഷൻ അവരൊരു പേര് നൽകി. ആ വ്യക്തിയുടെ പേര് തന്നെ ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ എന്ന രീതിയിൽ പേര് നൽകി അല്ലേ. എന്താണ് ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ എടുത്തു പറയുന്നത്? മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് ദ പ്രസന്റ് വിത്തൗട്ട് കോംപ്രമൈസിംഗ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദ ഓൺ നീഡ്സ്. എന്താണ്? നമ്മുടെ ഇന്നത്തെ ആവശ്യതകൾ നമ്മൾ പരിഹരിക്കണം, അതൊരിക്കലും ഭാവിയിലുള്ള ആവശ്യങ്ങളെ എന്താണ് അവഗണിച്ചുകൊണ്ടാവരുത്. മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് പ്രസന്റ് വിത്തൗട്ട് കോംപ്രമൈസിംഗ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. എന്താണ്? ഇന്നത്തെ ആവശ്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. അതെന്താണ്? നമുക്ക് തീർച്ചയായിട്ടും അത് ചെയ്തേ പോകാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതെന്താവരുത്? ഭാവിയിൽ അല്ലെങ്കിൽ ഒരു 100-200 വർഷം കഴിഞ്ഞിട്ട് ആവശ്യമുള്ള റിസോഴ്സ് നമ്മൾ മിസ്യൂസ് ചെയ്തിട്ടാവരുത് ഇന്നത്തെ ആവശ്യങ്ങൾ പരിഹരിക്കേണ്ടത്. ഇന്ന് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഓർമ്മ വേണം, ഇത് ഭാവിയിലേക്കൂടെ നമ്മുടെ മക്കളുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു 4-5 ജനറേഷൻ അല്ലെങ്കിൽ അതിലധികം ജനറേഷന്
ആവശ്യമുള്ള കാര്യമാണ്. സോ ആ ചിന്താഗതിയിൽ നിന്ന് വേണം നമ്മൾ ഡെവലപ്മെന്റ് വികസനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. സോ നമ്മൾ പറഞ്ഞു 1983 ദ യുണൈറ്റഡ് നേഷൻ ക്രിയേറ്റഡ് വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ലേറ്റർ നോൺ ആസ് ദ ബ്രൺലാൻഡ് കമ്മീഷൻ. ഇത്തരത്തിൽ UN നിയോഗിച്ച കമ്മീഷനാണ് വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. അത് മറ്റൊരു പേര് പറഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും എന്താണ് ബ്രൺലാൻഡ് കമ്മീഷൻ. In 1983 the United Nations General Assembly set up the World Commission on Environment and Development with the Norwegian Prime Minister Gro Harlem Brundtland. ചിലപ്പം അങ്ങനെയും ചോദ്യം ബ്രൺലാൻഡ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണെന്ന് ഇതിൽ ചോദ്യം വന്നാൽ ചിലപ്പം ഗ്രോ ഹാർലം ബ്രൺലാൻഡ് എന്ന് തന്നിട്ട് അതുകൂടാതെ എന്താണ് വേറെ എന്തെങ്കിലും പീറ്റർ ബ്രൺലാൻഡ് അതുപോലെ മൈക്കൽ ബ്രൺലാൻഡ് എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ ഗ്രോ ഹാർലം ബ്രൺലാൻഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. PSCക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലേ. PSC എന്താണ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും ചോദ്യങ്ങൾ. നമ്മുടെ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട സിമ്പിൾ കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് ഡി ഉദയകുമാർ ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. ജസ്റ്റ് ഉദയകുമാർ എന്ന് മാത്രം പഠിച്ചു പോയ ആളുകൾ പെട്ട എക്സാം ഉണ്ട്. ഓപ്ഷൻ എന്ത് കൊടുത്തു? ഡി ഉദയകുമാർ, പി ഉദയകുമാർ, കെ ഉദയകുമാർ എന്ന രീതിയിലൊക്കെ ഓപ്ഷൻ തന്നു. നമ്മളെന്താണ് സാധാരണയായിട്ട് നമ്മളൊരു വ്യക്തിയുടെ പേര് പഠിച്ചു, ഇനീഷ്യലും നമ്മൾ പഠിച്ചു പോവാറില്ല അല്ലേ. ബട്ട് അങ്ങനെ പഠിച്ചിട്ട് വന്നാൽ മതി എന്ന് ആര് പറയുന്നുണ്ട്? PSC പറയുന്നുണ്ട്. അതുകൊണ്ട് ഗ്രോ ഹാർലം ബ്രൺലാൻഡ് എന്ന് പറയുന്ന പേര് അവിടെ പഠിച്ചു വെച്ചോ. ദ മോസ്റ്റ് വൈഡ്ലി അക്സെപ്റ്റഡ് ഡെഫിനിഷൻ of sustainable development was given by the Brundtland Commission in its report Our Common Future. 1987 റിപ്പോർട്ട് വന്നത്. 1983 കമ്മിറ്റി നിയോഗിച്ചു. അവർ റിപ്പോർട്ട് എന്നാണ് 1987 വന്നു. എന്താണ് ആ ഒരു റിപ്പോർട്ട് പ്രകാരം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് നമ്മൾ പറഞ്ഞു? മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് ദ പ്രസന്റ് വിത്തൗട്ട് കോംപ്രമൈസിംഗ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ് എന്നതാണ് ആ ഒരു ഡെഫിനിഷൻ വരുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ചോദ്യം എന്താണ്? ദ ഒറിജിൻസ് ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു ദ 1960s വെൻ ദ റൈറ്റർ ആൻഡ് സയന്റിസ്റ്റ് റേച്ചൽ കാർസൺ പബ്ലിഷ്ഡ് ഹർ ബുക്സ്. അതായത് നമ്മൾ 1983 കമ്മീഷൻ നിയമിച്ച കാര്യമൊക്കെ പറഞ്ഞു അല്ലേ. അതിനൊക്കെ കുറച്ച് കാലഘട്ടം മുന്നേ തന്നെ എന്താണ് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രാധാന്യം പറയുന്ന ചില കൃതികൾ വന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതി റേച്ചൽ കാർസൺ എഴുതിയിട്ടുണ്ട്. അത് ഏതാണ് കൃതി എന്നാണ് നമ്മളോട് ചോദ്യം വന്നത്. ഓക്കെ, ദ ഒറിജിൻസ് ഓഫ് ദ കൺസെപ്റ്റ്സ് ഓഫ് ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനത്തിന്റെ തുടക്കമല്ലേ അല്ലെങ്കിൽ ആവിർഭാവം, ക്യാൻ ബി ട്രാക്ക്ഡ് back to the 1960s when the writer and scientist റേച്ചൽ കാർസൺ. ഇവിടെ തന്നിട്ടുണ്ട് ആരാണ് ഓഥർ എന്ന് പറഞ്ഞത്. നമ്മളോട് ബുക്കാണ് ചോദിച്ചല്ലേ, ഏത് പുസ്തകത്തിലാണ്? പോപ്പുലേഷൻ ബോംബാണോ, അവർ കോമൺ ഫ്യൂച്ചർ ആണോ, ദ സൈലന്റ് വിന്റർ ആണോ, ദ സൈലന്റ് സ്പ്രിംഗ് ആണോ? ഓക്കെ, നമുക്ക് ബാക്കിയൊക്കെ വിട്ട് കഴിഞ്ഞാലും ഈ രണ്ട് കാര്യം കൺഫ്യൂഷൻ ആയിട്ട് പോകും അല്ലേ. അവർ കോമൺ ഫ്യൂച്ചർ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇവിടെ എന്താണ് അവർ കോമൺ ഫ്യൂച്ചർ എന്ന രീതിയിൽ റിപ്പോർട്ടാണെന്ന് പറഞ്ഞു അല്ലേ. പോപ്പുലേഷൻ ബോംബ് വേറെ കൃതിയാണ്, വായിച്ചവർക്ക് മനസ്സിലാവും, ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് മനസ്സിലാവും വേറെ രീതിയിലെ കൃതിയാണെന്ന് മനസ്സിലാവും. ഇനി എന്താണ് സൈലന്റ് വിന്റർ ആണോ അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് ആണോ എന്നതിൽ ഡൗട്ട് വരും അല്ലേ. സോ ആ ഒരു ഡൗട്ട് കൂടെ അതിജീവിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പഠിച്ചെടുക്കാം? സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന പുസ്തകം, റേച്ചൽ കാർസന്റെ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ കൺസെപ്റ്റിന്റെ ആവിർഭാവം അല്ലെങ്കിൽ തുടക്ക കാലഘട്ടങ്ങളിൽ ഒരു പുസ്തകത്തിൽ സുസ്ഥിര വികസനത്തിന്റെ പ്രാധാന്യം വിളിച്ചോതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന പുസ്തകമാണ്. ദ ഒറിജിൻസ് ഓഫ് ദ കൺസെപ്റ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു ദ 1960s when writer and scientist റേച്ചൽ കാർസൺ, ആരാണ്? റേച്ചൽ കാർസൺ പബ്ലിഷ്ഡ് ബുക്ക് ദ സൈലന്റ് സ്പ്രിംഗ്. 1962 പബ്ലിഷ് ചെയ്ത പുസ്തകമാണ് ദ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞ പുസ്തകം. എന്താണ് ആ പുസ്തകത്തിൽ പറയുന്നത്? ദിസ് ബുക്ക് ഡ്രൂ പബ്ലിക് അറ്റൻഷൻ ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ് by the use of pesticide DDT, ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈഥെയിൻ്റെ ഉപയോഗം കാരണം വൈൽഡ് ലൈഫിന് ഉണ്ടായ നെഗറ്റീവ് എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സുസ്ഥിരതയ്ക്ക് ഉണ്ടായുള്ള പ്രശ്നങ്ങളാണ്, ആ ഒരു സുസ്ഥിരത അല്ലെങ്കിൽ വൈൽഡ് ലൈഫിന് ഉണ്ടായ പ്രശ്നങ്ങളാണ് ഇവിടെ എടുത്തു പറയുന്നത്. അല്ലെങ്കിൽ DDTയുടെ ഉപയോഗം എങ്ങനെ നമ്മുടെ എക്കോസിസ്റ്റത്തെ ബാധിച്ചു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ ആര് പറഞ്ഞു? റേച്ചൽ കാർസൺ എടുത്തു പറഞ്ഞു അല്ലേ. സോ ഇത് എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സോ ഇത്തരത്തിൽ നമുക്ക് സുസ്ഥിര വികസനം എന്ന് പറയുന്ന കൺസെപ്റ്റ് നിയർ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും കൊണ്ടുവരേണ്ടതായിട്ടുണ്ടെന്ന് ആദ്യമായിട്ട് വിളിച്ചു പറഞ്ഞ റൈറ്ററാണ് റേച്ചൽ കാർസൺ. അവരുടെ ആ ഒരു പുസ്തകമാണ് ദ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞ 1962 വർക്ക്. ദിസ് വർക്ക് വാസ് എ ടേണിംഗ് പോയിന്റ് ഇൻ ദ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ ഇന്റർകണക്ഷൻ എമംഗ് ദ എൻവയോൺമെന്റ്, ദ എക്കോണമി ആൻഡ് ദ സോഷ്യൽ വെൽബീയിങ്. ഇത്തരം കാര്യങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് ഈ ഒരു പുസ്തകത്തിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പോപ്പുലേഷൻ ബോംബ് എന്ന് പറയുന്ന ഒരു കൃതി കൂടെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, ക്ലാസ് ശ്രദ്ധിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് ആരുടെ പുസ്തകമാണ്? പോൾ എൻറിച്ചിന്റെ പുസ്തകമാണ് അല്ലേ.
പോൾ എൻറിച്ചിന്റെ പുസ്തകമാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ബട്ട് എന്താണ് അവിടെ പോപ്പുലേഷൻ ആണ്, ഹ്യൂമൻ പോപ്പുലേഷന്റെ ആ ഒരു റിസോഴ്സ് എക്സ്പ്ലോയിറ്റേഷൻ, ഹ്യൂമൻ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് എങ്ങനെ പ്രശ്നമായിട്ട് വരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ഗ്രാജുവലി ഇൻ ദിസ് പീരീഡ് ദ ഫിയർ ഓഫ് ഗ്ലോബൽ എൻവയോൺമെന്റൽ ലിമിറ്റ്സ് began to emerge. Soon after, the animal population biologist Paul Enrich published the book Population Bomb. 1962 ഈ ഒരു പുസ്തകം വന്നത്, പോപ്പുലേഷൻ ബോംബ്, ഓൺ ദ കണക്ഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ പോപ്പുലേഷൻ, റിസോഴ്സ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ദ എൻവയോൺമെന്റ്. ഈ ഒരു പറയുന്ന പുസ്തകത്തിൽ എന്താണ് കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രതിപാദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. സെറ്റാണല്ലോ ഒരു കാര്യങ്ങൾ. നെക്സ്റ്റ് ചോദ്യം എന്താണ്? Which of the following is or are the objectives of Millennium Development Goals MDG? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ പഠിച്ചിട്ടുണ്ട് Millennium Development Goals അല്ലേ. താഴെ 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ എന്താണ് Millennium Development Goalsന്റെ ഒബ്ജക്റ്റീവ്സ് എന്നാണ് ചോദ്യം. ഓരോന്നായിട്ട് നമുക്ക് വായിക്കാം അല്ലേ. ഒന്നാമത്തെ എന്താണ്? ഇറാഡിക്കേറ്റ് എക്സ്ട്രീം ഹങ്കർ ആൻഡ് പോവേർട്ടി. എന്താണ്? പട്ടിണിയും ദാരിദ്ര്യവും ഉന്മൂലനം ചെയ്യുക. നെക്സ്റ്റ് എന്താണ്? അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. എന്താണ്? പ്രാഥമിക വിദ്യാഭ്യാസം അല്ലേ. പ്രാഥമിക വിദ്യാഭ്യാസമാണ് യൂണിവേഴ്സൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടുക. നെക്സ്റ്റ് എന്താണ്? പ്രൊമോട്ട് ജെൻഡർ ഈക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ വുമൺ എംപവർമെന്റ്, സ്ത്രീ കാര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക അല്ലേ. സോ ഇതിൽ ഏതെങ്കിലും ഒന്നാണോ അല്ലെങ്കിൽ ഇതിലെല്ലാം വരുന്നുണ്ടോ എന്നതാണ് ചോദ്യം. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിന്റെ ഒബ്ജക്റ്റീവിൽ വരുന്ന കാര്യം എന്താണ്? ഈ പറഞ്ഞ 3 വരുന്നുണ്ടല്ലേ. ഇത് പറഞ്ഞ 3 കൂടാതെ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിന് 8ഓളം ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ആ 8 ഒബ്ജക്റ്റീവ് നമുക്ക് ഇന്ന് എടുത്ത് പരിശോധിക്കാം. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് നമുക്ക് അങ്ങോട്ട് നോക്കാണ്ട് അടുത്ത ചോദ്യങ്ങളായിട്ട് വരും, അപ്പം നമുക്ക് ചർച്ച ചെയ്യാം. സോ ഓരോരോ കാര്യങ്ങൾ അല്ലേ. ഇറാഡിക്കേറ്റ് എക്സ്ട്രീം ഹങ്കർ ആൻഡ് പോവേർട്ടി, ആദ്യത്തെ കാര്യം നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. എക്സ്ട്രീം ഹങ്കർ ആൻഡ് പോവേർട്ടി ഇതെന്താണ് നമ്മുടെ ഓപ്ഷനിലുണ്ട്, ഞാൻ അതുകൊണ്ട് ടിക്ക് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ, നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് അതെല്ലാവരിലേക്കും എത്തിക്കുക, ലോകം മുഴുവൻ എത്തിക്കുക എന്ന ലക്ഷ്യം എന്താണ്? ഈ പറഞ്ഞ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിനുണ്ടായിരുന്നു. അതുപോലെ പ്രൊമോട്ട് ജെൻഡർ ഈക്വാലിറ്റി, അതുപോലെ വുമൺ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണം, വുമൺ എംപവർമെന്റും ജെൻഡർ ഈക്വാലിറ്റി, ഈ 3 കാര്യങ്ങളായിരുന്നു ഓപ്ഷൻ ഉണ്ടായിരുന്നത്. 3 എന്താണ്? മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിന്റെ ഒബ്ജക്റ്റീവാണ്. അതുകൂടാതെ എന്താണ്? ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ ചൈൽഡ് മോർട്ടാലിറ്റി, ശിശുമരണ നിരക്ക് എന്താണ്? കുറയ്ക്കുക. അതുപോലെ ഇംപ്രൂവ് മറ്റേണൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ഗർഭിണിയായിട്ടുള്ള അമ്മമാർ അല്ലേ, അല്ലെങ്കിൽ എന്താണ്? പ്രസവിച്ച അമ്മമാരുടെ ആരോഗ്യം കൃത്യമായിട്ട് പരിപാലിക്കുക. അതുപോലെ കോമ്പാറ്റ് HIV, മലേറിയ ആൻഡ് അതർ ഡിസീസ്. HIV അതുപോലെ തന്നെ മലേറിയ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട അസുഖങ്ങൾ എന്താണ്? ഉന്മൂലനം ചെയ്യുക, ഒരു ലക്ഷ്യമുണ്ട്. അതുപോലെ എൻഷ്യൂർ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, സുസ്ഥിരത അല്ലേ, അത് കൈവരിക്കുക. അതുപോലെ ഡെവലപ്പ് എ ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഫോർ ദ ഡെവലപ്മെന്റ്, വികസനത്തിന് വേണ്ടി ലോകരാജ്യങ്ങൾ പരസ്പരം കൈകോർക്കുക. ഇങ്ങനെ 8 ഒബ്ജക്റ്റീവ്സ് ആണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിനുണ്ടായിരുന്നത്. അതിൽ 3 കാര്യം നമ്മൾ എന്താണ് ഓപ്ഷനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതിൽ ചിലപ്പോൾ എന്താണ് 2 കാര്യം തന്നിട്ട് 3ാമത്തെ തെറ്റിച്ച് തരാം. സോ കൃത്യമായിട്ട് ചോദ്യം വായിച്ചു നോക്കണം. ഓക്കെ, ചോദ്യം കൃത്യമായിട്ട് വായിച്ചിട്ട് മാത്രം എഴുതാവോ, അല്ലാതെ ഓൾ ഓഫ് ദ എബോ കണ്ടാൽ ഓക്കെ എന്തായാലും ഓൾ ഓഫ് ദ എബോ ആയിരിക്കും എന്ന രീതിയിൽ ചാടിക്കേറി എഴുതരുത്. ഞാൻ ഇവിടെ ചില കാര്യങ്ങൾ അങ്ങനെ കൂടുതലുണ്ട്, അത് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു കാര്യങ്ങളൊക്കെ കൂടുതൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം എന്താണ്? അറ്റ് ദ യുണൈറ്റഡ് നേഷൻസ് മില്ലേനിയം സമ്മിറ്റ് വേൾഡ് ലീഡേഴ്സ് അഗ്രി ടു ഡാഷ് സ്പെസിഫിക് ആൻഡ് മെഷറബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ലേറ്റർ നോൺ ആസ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്. കഴിഞ്ഞ ചോദ്യം കൃത്യമായിട്ട് മനസ്സിലായ ആളുകൾ നിങ്ങൾ സിമ്പിളായിട്ട് ഈ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും അല്ലേ. എന്താണ് ചോദ്യം? ഒന്നുകൂടി ചോദ്യം വായിച്ചു നോക്കിയേ. അറ്റ് ദ യുണൈറ്റഡ് നേഷൻസ് മില്ലേനിയം സമ്മിറ്റ്, യുഎന്നിന്റെ മില്ലേനിയം സമ്മിറ്റ് നടന്നിട്ടുണ്ട്. ഏത് വർഷമാണെന്നും പറയുന്നില്ല, അത് നമുക്ക് നോക്കാം. വേൾഡ് ലീഡേഴ്സ് അഗ്രി ടു ഡാഷ് സ്പെസിഫിക് ആൻഡ് മെഷറബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ലേറ്റർ നോൺ ആസ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറഞ്ഞ ഗോൾസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു കാര്യം വന്നിട്ടുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഒക്കെ കിട്ടില്ല, അതിന്റെ ആദ്യകാല രൂപമാണ്. സോ അവിടെ എന്താണ്? ഡാഷ് സ്പെസിഫിക് ആൻഡ് മെഷറബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. എത്രയോ നമ്പർ ഓഫ് ഗോൾസ്, കാരണം താഴെ 4, 7, 8, 10 എന്ന നമ്പറാണെന്നല്ലേ. സോ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ, നമുക്ക് വലിച്ചു നീട്ടി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിൽ എത്ര ഗോൾസ് ഉണ്ട്, എത്ര ഒബ്ജക്റ്റീവ്സ് ഉണ്ടെന്നാണ് ചോദ്യം വന്നത്. ഓപ്ഷൻ ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. 4,
7, 8, 10. കഴിഞ്ഞ ചോദ്യത്തിലേക്ക് ഒന്ന് നിങ്ങൾ ഓടിച്ചു പോയിക്കുക. കഴിഞ്ഞ ചോദ്യത്തിൽ എന്തായിരുന്നു തന്നത്? 3 ഒബ്ജക്റ്റീവ് തന്നു അല്ലേ? ആ ഒരു 3 ഒബ്ജക്റ്റീവിൽ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിന്റെ ഒബ്ജക്റ്റീവ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു അല്ലേ? 3 3ആണോ ഉത്തരം? അല്ല, ഇവിടെ നമ്മൾ എത്ര ചർച്ച ചെയ്തു? 8 എണ്ണമാണ്. സോ ഉത്തരം എന്താണ്? 8 ആണ് അല്ലേ? മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിന് 8 ഒബ്ജക്റ്റീവ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കണം. ഏതൊക്കെയാണ് ആ ഒരു ഒബ്ജക്റ്റീവ് എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റു കാര്യങ്ങൾ നോക്കാം. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് പറഞ്ഞതാണ്. സോ അതിന്റെ ഒരു സാരാംശം നമുക്കൊന്ന് പഠിച്ചു പോവാം. At the United Nations Millennium Summit, world leaders agreed to 8 specific and measurable development goals, later known as Millennium Development Goals. എത്ര ഗോൾസ് ആണ്? അതായത് ലോകരാജ്യങ്ങൾ കൈവരിച്ചിരിക്കേണ്ട വികസനത്തിന് വേണ്ടിയിട്ട് കൈവരിച്ചിരിക്കേണ്ട 8 തത്വങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും. അതിനൊരു പേരും നൽകി. എന്താണ്? മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്. അങ്ങനെ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് വഴി ലോകരാജ്യങ്ങളെ എത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെന്നാണ് പറഞ്ഞത്? 8 ആണല്ലേ? ടാർഗറ്റ് അല്ല, സോറി, ഗോൾസ്. എത്ര ഗോൾസ്? ഒബ്ജക്റ്റീവ്സ് അങ്ങനെ പറയാം. നമുക്ക് ടാർഗറ്റ് സെപ്പറേറ്റ് വേറെ ഉണ്ട്, അതുകൊണ്ടാണ് അല്ലെങ്കിൽ തെറ്റിപ്പോവും. അതുകൊണ്ടാണ് ദീസ് വർ 8 മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്. 8 മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്. 18 ടാർഗറ്റും ഉണ്ട്. 8 മില്ലേനിയം ഡെവലപ്മെന്റ് ഗോള്, അതുപോലെ 18 ടാർഗറ്റ് ഉണ്ട്, 48 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇത് 3 പഠിച്ചു വെച്ച് നമുക്ക് മധ്യത്തിൽ ഒരു രക്ഷയില്ല. കാരണം ഇതൊക്കെ ചോദ്യമായിട്ട് വരും. ടു മെഷർ ദ റിസൾട്ട്. ഈ പറയുന്ന മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളിലേക്ക് ലോകരാജ്യങ്ങൾ എത്തിച്ചേർന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. പഠിച്ചിട്ടുണ്ട് നിങ്ങൾ, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സോ അവിടെ എന്താണ്? അവിടെ ഇത്ര നമ്പർ ഞാൻ പറയാത്ത കാരണം അങ്ങോട്ട് നമുക്ക് ചർച്ച ചെയ്യാണ്ട് അത്രയും നമ്പർ ഓഫ് കാര്യങ്ങൾ അച്ചീവ് ചെയ്തു ലോകരാജ്യങ്ങൾ ചെയ്തെങ്കിൽ അതിന് പോയിന്റ് കൂട്ടി നൽകും അല്ലേ? ഇന്ത്യയുടെ പോയിന്റ് ഒക്കെ നമുക്കറിയാം. റീസെന്റ് ആയിട്ട് വന്ന അവർ റിപ്പോർട്ട് പ്രകാരം ഒരു പോയിന്റും സ്റ്റേറ്റ് ബേസിൽ നീതി ആയോഗ് പുറത്തുവിടുന്നുണ്ട്. UN അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾക്കിടയിൽ UN റിപ്പോർട്ട് പുറത്തുവിടുന്നുണ്ട്. സോ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആയിരുന്നില്ല, പകരം മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ആയിരുന്നു. അതിൽ 8 ഗോൾസ്, 8 ലക്ഷ്യങ്ങൾ, 18 ടാർഗറ്റ്സും 48 ഇൻഡിക്കേറ്റീവ്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. ദ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ആർ ഡ്രോൺ ഫ്രം ദ ആക്ഷൻസ് ആൻഡ് ടാർഗറ്റ് കണ്ടെയ്ൻ ദ മില്ലേനിയം ഡിക്ലറേഷൻ that was adopted by 189 nations and signed by 147 heads of the state government during the UN Millennium Summit September 2000. മില്ലേനിയം സമ്മിറ്റിൽ വെച്ചിട്ട് ഒരു മില്ലേനിയം ഡെക്ലറേഷൻ ഏതാണ്ട് 189 രാജ്യങ്ങളിലെ 147 തലവന്മാർ ചേർന്നിട്ട് ഒപ്പുവെച്ചിട്ടായിരുന്നു. അതിന്റെ പരിണിത ഫലമായിട്ടാണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് വന്നത്. ഓക്കെ, ആ രീതി കൂടെ നോർത്തിക്കണം. 191 മെമ്പേഴ്സ് നേഷൻ ഓഫ് ദ UN ആൻഡ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂന്റ് ഏജൻസി ഡിക്ലെയർ ദ ഫുൾ സപ്പോർട്ട് ദ ഗോൾസ്. ഈ ഗോൾസിന് എന്താണ് 191 രാജ്യങ്ങളോട് പിന്നീട് എന്താണ് ഫുൾ സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട്. ദ മില്ലേനിയം സമ്മിറ്റ് വാസ് കോച്ച്ഡ് ബൈ ഫിൻലാൻഡ്സ് പ്രസിഡന്റ് തർജ അലോനൻ ആൻഡ് നമീബിയസ് പ്രസിഡന്റ് സാം നുജോമ. ഓക്കെ, ആരൊക്കെയാണ്? ചിലപ്പം അങ്ങനെയും ചോദ്യം വരാം. 2000 പുറത്തുവിട്ട മില്ലേനിയം സമ്മിറ്റിന്റെ ചെയർപേഴ്സൺസ് ആരൊക്കെയായിരുന്നു? കോർ ചെയർ ചെയ്ത 2 രാജ്യങ്ങളുണ്ടായിരുന്നു. ഫിൻലാൻഡിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള തർജ ഹലോനനും നമീബിയയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള സാം നുജോമിയുമാണ് ഇതിന് കോർ ചെയർ ആയിട്ടുണ്ടായിരുന്നത്. അതുപോലെ അന്നത്തെ മില്ലേനിയം സമ്മിറ്റ് നടക്കുമ്പോൾ UN ജനറൽ സെക്രട്ടറി ആരായിരുന്നു? അതൊക്കെ ചോദ്യം വരാം. PSC ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ, ഇങ്ങനെയുള്ള ഓരോരോ ഹോബീസ് ഉള്ളതാണ്. സോ UN ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞ അന്ന് ആരാണ്? കോഫി അനന്റെ പേര് എല്ലാവർക്കും അറിയാം. ബട്ട് എന്താണ്? UN സമ്മിറ്റ് നടക്കുന്ന സമയത്ത്, ഈ പറയുന്ന മില്ലേനിയം ഡിക്ലറേഷൻ നടക്കുന്ന സമയത്ത് അദ്ദേഹമായിരുന്നു സെക്രട്ടറി ജനറൽ എന്ന് അറിയാനുള്ള സാധ്യത കുറവാണ്. These goals were designed to address the various global challenges including poverty, hunger, gender equality, education and health care. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? ഇനി അതിന്റെ ടാർഗറ്റ് 2000 തൊട്ടിട്ട് എന്താണ്? 2000 ആരംഭിച്ച കാര്യം 15 വർഷം കൊണ്ട് 2015 കൂടെ ഈ പറഞ്ഞ 8 ഗോൾസും 18 ടാർഗറ്റ്സും 48 ഇൻഡിക്കേറ്റേഴ്സും അച്ചീവ് ചെയ്യണമെന്നാണ് പറയുന്നത്. ആ ഒരു കാര്യം അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ദ ടാർഗറ്റ് ഇയർ ഓഫ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് വേറെ. നമ്മളിപ്പം കഴിഞ്ഞത് വെച്ചിട്ട് പെട്ടെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ചാടിക്കരുത് നമ്മൾ എന്ത് ചെയ്യും? 2015 അങ്ങ് മാർക്ക് ചെയ്യും അല്ലേ? 2015 മാർക്ക് ചെയ്തിട്ട് പോവും. അവസാനം വന്ന് വായിച്ചു നോക്കും നമ്മൾ എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണല്ലോ, പണി പാളി എന്ന് മനസ്സിലാവും അല്ലേ? ചോദ്യം എന്താണ്? മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് അല്ല, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ്. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിന്റെ ടാർഗറ്റ് ഇയർ ആണ് 2015. 2000 ആരംഭിച്ചിട്ട് 2015 വരെയാണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ഉള്ളതെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് 2015 മാത്രമാണ് ആരംഭിക്കുന്നത്. എത്ര വരെയാണ് ടാർഗറ്റ്? 2030 വരെയാണ് അല്ലേ? സോ ഒരു മാർക്ക് സിമ്പിളായിട്ട് കിട്ടും. ബട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു മാർക്ക് സിമ്പിളായിട്ട് പോവുകയും ചെയ്യും. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിന് ശേഷം 2000 തൊട്ട് 2015 വരെ UN മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ
വികസനം, ലോകരാജ്യങ്ങളെ സുസ്ഥിര വികസനം നേടാൻ വേണ്ടി ശ്രമിച്ചു. അതിനുശേഷമാണ് UN എന്തുമായിട്ട് വരുന്നത്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസും SDGയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുന്നത് അല്ലേ. ഇൻട്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ ദ എക്സ്പിറേഷൻ ഓഫ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിന് 2015 2015 എന്താണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിന്റെ കാലാവധി അവസാനിച്ചു, അല്ലെങ്കിൽ എന്താണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ടാർഗറ്റ് ഇയർ ഇത്ര വർഷം കൊണ്ട് അച്ചീവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ഒരു സമയം മാത്രമേ നൽകത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പുതിയ പ്രോഗ്രാം വരും. അത്തരത്തിൽ 2015 മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിന്റെ കാലാവധി അവസാനിച്ചു. The UN General Assembly met in 2015 and brought out a blueprint to achieve a better and more sustainable future for all people and the world by 2030. എന്താണ് പറയുന്നത്? മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിൽ 2015 എന്താണ് ലോകരാജ്യങ്ങളുടെ വികസനം അല്ലെങ്കിൽ പരസ്പര സഹകരണം 8ഓളം ഒബ്ജക്റ്റീവ് പറഞ്ഞില്ല. ആ ഒരു ഒബ്ജക്റ്റീവ് നേടുക എന്നതായിരുന്നു ലക്ഷ്യമെങ്കിൽ അതേ ലക്ഷ്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. ചെറിയ ചില മാറ്റങ്ങളുണ്ട്. എന്താണ്? 2015 UN ജനറൽ അസംബ്ലി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എ ബ്ലൂ പ്രിന്റ് ടു അച്ചീവ് ബെറ്റർ ആൻഡ് മോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഫോർ ഓൾ ആൻഡ് വേൾഡ് ബൈ 2030. 2030 ഒരു സുസ്ഥിരമായ വികസനം ലോകരാജ്യങ്ങളെ സാധ്യമാക്കുക. ഇതിന് നമ്മൾ മറ്റൊരു പേരിലും വിളിക്കും അജണ്ട 2030. കാരണം എന്താണ്? 2030 ഒരു അജണ്ടയായിട്ടാണ് ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ. The UN resolution, also known as the Agenda 2030, came into force in the aftermath of Millennium Development Goals that ended in 2015. 2015 അവസാനിച്ച മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ആഫ്റ്റർമാത്ത് ആയിട്ട് നമുക്ക് ഇതിനെ പറയാൻ വേണ്ടി സാധിക്കും. ഇറ്റ് വാസ് അഡോപ്റ്റഡ് ബൈ ദ മെമ്പർ സ്റ്റേറ്റ്സ് ഇൻ സെപ്റ്റംബർ 2015. 2015 മെമ്പർ സ്റ്റേറ്റ്സ് എന്താണ് ഇത് അഡോപ്റ്റ് ചെയ്യേണ്ടത്? ഇറ്റ് വാസ് അഡോപ്റ്റഡ് ബൈ മെമ്പർ സ്റ്റേറ്റ്സ് ഇൻ 2015 സെപ്റ്റംബർ. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 2015 സെപ്റ്റംബറിൽ അഡോപ്റ്റ് ചെയ്തു മെമ്പർ സ്റ്റേറ്റ്സ്. പിന്നെ 2030 വരെയാണ് ഈ ഒരു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. അൺലൈക്ക് ഏർലിയർ പോളിസി ഡോക്യുമെന്റ്സ്, ദി UN devised വേരിയസ് മെക്കാനിസം ലൈക്ക് SDG ട്രാക്കർ ടു ഇവാലുവേറ്റ് പ്രോഗ്രസ്. ഈ ഒരു പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് SDG ട്രാക്കർ പോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 2018. 2015 UN ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും ഒഫീഷ്യൽ ലോഞ്ച് വരുന്നത് 2018. ടാർഗറ്റ് ഇയർ വരുന്നത് 2030. അതുകൂടെ അവിടെ ഓർത്തു വെച്ചാൽ മതി. ദ 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് വെർ ഡിവൈഡ് ഇൻ 116 ആൻഡ് ടാർഗറ്റ് ദാറ്റ് കുഡ് ബി ട്രാക്ക്ഡ് 232 യുണീക്ക് ഇൻഡിക്കേറ്റേഴ്സ്. ഇപ്പം 304 ഇൻഡിക്കേറ്റേഴ്സ് അന്ന് കൊണ്ടുവന്ന സമയത്ത് എന്താണ് 17 ഗോൾസ്. നേരത്തെ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിൽ നമ്മൾ എത്രയാണ്? ഞാൻ അവിടെ പറയാതെ വെച്ച കാര്യമാണ്. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിൽ 8 ഗോൾസ് ആണെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ എത്ര ഗോൾസ് ആണ്? 17 ഗോൾസ്. ഇരട്ടിയുടെ മേലെ പോയി അല്ലേ. ഇരട്ടി എന്ന് പറയുമ്പോൾ 16 പ്ലസ് 1 ആണ്. സോ ഇവിടെ 17 ഗോൾസ് ഉണ്ട്, 169 ടാർഗറ്റ്സ് ഉണ്ട്, 232 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. നിലവിൽ 304 ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഉയർത്തപ്പെട്ടിട്ടുണ്ട്. സോ ഇത് പഠിച്ചു വെക്കണം, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. 17 ഗോൾസ്, 169 ടാർഗറ്റും അതുപോലെ 232 യുണീക്ക് ഇൻഡിക്കേറ്റേഴ്സ്. നിലവിൽ അതെന്താണ്? 304 ഇൻഡിക്കേറ്റേഴ്സ് ആണ്. സെറ്റ് ആണല്ലോ ഒരു ചോദ്യം. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോട്ടെ. നമ്മൾ എങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ചോദ്യം ഇതാണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ കംസ് അണ്ടർ ദ 17 സസ്റ്റൈനബിൾ ഗോൾസ്? ഓൾറെഡി ഞാൻ എന്താണ് 17 ഉണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞു തന്നു അല്ലേ. ഇനി ഞാൻ എത്ര നമ്പർ ഓഫ് ഗോൾസ് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. സോ അതിന് പകരം എന്താണ് ചോദിക്കുന്നത്? ഈ പറയുന്ന 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഉണ്ടല്ലോ, അതിൽ ഇടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് ചോദിക്കുന്നത്. ഓരോന്നായിട്ട് വായിച്ചു വെക്കാം. എൻഡ് പോവേർട്ടി ഇൻ ഓൾ ഇറ്റ്സ് ഫോംസ് എവരിവെയർ. എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. തീർച്ചയായിട്ടും എന്താണ് ഒരു ലക്ഷ്യമായിരിക്കും അല്ലേ. എൻഡ് പോവേർട്ടി ഇൻ ഓൾ ഇറ്റ്സ് ഫോംസ് എവരിവെയർ, അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാക്കുക. ടേക്ക് അർജന്റ് ആക്ഷൻ ടു കോമ്പാറ്റ് ക്ലൈമറ്റ് ചേഞ്ചസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട്. ക്ലൈമറ്റ് ചേഞ്ചും അത് കാരണം ഉണ്ടാകുന്ന ഇമ്പാക്റ്റും കാര്യങ്ങൾ എന്താണ് ഓവർകം ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലേ. ടേക്ക് അർജന്റ് ആക്ഷൻ ടു കോമ്പാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട്. നെക്സ്റ്റ് എന്താണ്? അച്ചീവ് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർ ഓൾ വുമൺ ആൻഡ് ഗേൾസ്. എന്താണ്? ജെൻഡർ ഇക്വാലിറ്റി അല്ലേ, ആ ഒരു സമത്വം കാര്യങ്ങൾ കൊണ്ടുവരിക. നെക്സ്റ്റ് എന്താണ്? റെഡ്യൂസ് ഇൻഇക്വാലിറ്റീസ് വിത്തിൻ ആൻഡ് എമംഗ് കൺട്രീസ്. ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ഇനീക്വാലിറ്റീസ്, വലിയ രാജ്യം, വികസന രാജ്യം, വികസിത രാജ്യം എന്ന ഒരു വ്യത്യാസമില്ലാതെ ലോകരാജ്യങ്ങൾ പരസ്പര സഹകരണത്തോടെ കാര്യങ്ങൾ ചെയ്യുക എന്നും പറയുന്നുണ്ട്. ഈ പറഞ്ഞ 4 4 വരുന്നുണ്ടോ? ഇനി 1 2 3 മാത്രമാണോ അല്ലെങ്കിൽ 1 4 മാത്രമാണോ എന്ന് നമ്മൾ നോക്കുമ്പോൾ എന്താണ് 4 വരുന്നത്. നിങ്ങൾ പഠിക്കാനുള്ള സൗകര്യത്തിനാണ് തന്നത്. പരീക്ഷയ്ക്ക് ഈ 4 ചോദ്യമായിട്ട് അല്ലെങ്കിൽ 4 ഉത്തരമായിട്ട് വരണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ എന്താണ് പരമാവധി ഓപ്ഷൻസ് അറിയുന്നത് അല്ലെങ്കിൽ ശരിയുത്തരം കിടക്കട്ടെ എന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അല്ലാതെയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഈ പറയുന്ന 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ 4 നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ഇനിയും എന്താണ്? 13 ബാക്കിയുണ്ട്. ആ 13 നമുക്ക് ചർച്ച ചെയ്യാം. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. സോ ഓരോന്നായിട്ട് ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ UN ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്ത കാര്യം തന്നെയാണ് ഞാൻ ഇവിടെ തന്നത്. ഒന്നാമത്തെ എന്താണ്? നോ പോവേർട്ടി, ദാരിദ്ര്യം വേണ്ട അല്ലേ.
ദാരിദ്ര്യം പോലുള്ള പ്രശ്നങ്ങൾ ലോകരാജ്യങ്ങളിൽ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. നോ പോവേർട്ടി ഒന്നാമത്തത്. രണ്ടാമത്തെ എന്താണ്? സീറോ ഹങ്കർ, പട്ടിണി പോലുള്ള പ്രശ്നങ്ങൾ സീറോ ആക്കി കൊണ്ടുവരിക. നെക്സ്റ്റ് എന്താണ്? ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് മൂന്നാമത്തെ ഒബ്ജക്റ്റീവാണ്. നാലാമത്തെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണല്ലേ. അഞ്ചാമത്തെ ജെൻഡർ ഈക്വാലിറ്റി. നമ്മളിതിൽ 4 കാര്യം പറഞ്ഞു. എന്താണ്? ഒന്ന് പോവേർട്ടി, നോ പോവേർട്ടി പറഞ്ഞു. അതുപോലെ തന്നെ ജെൻഡർ ഈക്വാലിറ്റി പറഞ്ഞു. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെയാണ് വരുന്നത്. ഇതിൽ 2 പറഞ്ഞു അല്ലേ. നോ പോവേർട്ടി പറഞ്ഞു നമ്മൾ. അതുപോലെ തന്നെ ജെൻഡർ ഈക്വാലിറ്റിയും പറഞ്ഞു. ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ 6ാമത്തെ ലക്ഷ്യമായിട്ട് വരുന്നുണ്ട്. ഇതിന് നമ്പേഴ്സ് ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ചിലപ്പോൾ അങ്ങനെ ചോദ്യം വരും. ആ ഒരു ചോദ്യം ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിൽ ഗോൾ 2 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? അങ്ങനെയും ചോദ്യം വരാറുണ്ട്, വന്നിട്ടുണ്ട്. സീറോ ഹങ്കർ ആണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കണം. 7ാമത്തെ എന്താണ്? അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജിയാണ് വരുന്നത്. നമുക്ക് എന്താണ്? എല്ലാവർക്കും ലഭ്യമാവുന്ന രീതിയിലുള്ള എനർജി അല്ലേ. സൺലൈറ്റ് ആയാലും അല്ലെങ്കിൽ എന്താണ് സൺലൈറ്റ് എന്ന് പറയുമ്പോൾ റിന്യൂവബിൾ എനർജിയാണ് ഉദ്ദേശിച്ചത്. അതുപോലെ ഡീസന്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് 8ാമത്തെ ലക്ഷ്യമായിട്ട് പറയുന്നുണ്ട്. 9ാമത്തെ ഇൻഡസ്ട്രി ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ വരുന്നുണ്ട്. 10ാമത്തത് റെഡ്യൂസ്ഡ് ഇനീക്വാലിറ്റീസ് വരുന്നുണ്ട്. 11ാമത്തത് സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് വരുന്നുണ്ട്. 12ാമത്തത് റെസ്പോൺസിബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ വരുന്നുണ്ട്. 13ാമത്തെ ക്ലൈമറ്റ് ആക്ഷൻ. 14 ക്ലൈമറ്റ് ആക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ക്ലൈമറ്റ് ആക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നോ പോവേർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജെൻഡർ ഈക്വാലിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈഫ് ബിലോ വാട്ടർ, ലൈഫ് ഓൺ ലാൻഡ്, വാട്ടറും അതുപോലെ തന്നെ കരയിലും വെള്ളത്തിലുള്ള ജീവിതം. വെള്ളത്തിലെ ജീവിതം എന്ന് മത്സ്യങ്ങളൊക്കെയാണ്. കരയിലുള്ള ജീവിതം എന്ന് പറയുന്നത് നമ്മളൊക്കെ തന്നെയാണ്, പറവകളും മനുഷ്യരൊക്കെ തന്നെയാണ് വരുന്നത്. അതുപോലെ പേസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അവസാനത്താണ് പാർട്ണർഷിപ്പ് ഫോർ ദ ഗോൾസ്. സോ ഈ 4 കാര്യങ്ങളായിരുന്നു നമ്മുടെ ഓപ്ഷൻ ഉണ്ടായിരുന്നത്. നോ പോവേർട്ടി ഉണ്ടായിരുന്നു അല്ലേ. എൻഡ് പോവേർട്ടി ഇൻ ഓൾ ഇറ്റ്സ് ഫോം എവരിവെയർ. ജെൻഡർ ഈക്വാലിറ്റി ഉണ്ടായിരുന്നു. അച്ചീവ് ജെൻഡർ ഈക്വാലിറ്റി ആൻഡ് എംപവർ ഓൾ വുമൻസ് ആൻഡ് ഗേൾസ്. അതുപോലെ ക്ലൈമറ്റ് ആക്ഷൻ വരുന്നുണ്ട്. ടേക്ക് അർജന്റ് ആക്ഷൻ ടു കോമ്പാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ്. അതുപോലെ പാർട്ണർഷിപ്പ് ഫോർ ദ ഗോൾസ്. അവസാനമായിട്ട് റെഡ്യൂസ് ഇനീക്വാലിറ്റി വിത്തിൻ ആൻഡ് അമൻ കൺട്രീസ്. ആ ഒരു കാര്യം കൂടെ അവിടെ ഉണ്ടായിരുന്നു. അതുകൂടെ അവിടെ നിന്ന് ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഈസ് ദ നാഷണൽ ബോഡി. ഓക്കെ, and is the one way which is a national body primarily responsible for implementing the SDGs in India. സിമ്പിൾ ചോദ്യമാണ്. ഞാൻ നേരത്തെ അറിയാതെ പറഞ്ഞു പോയ കാര്യം കൂടിയാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ സുസ്ഥിര വികസനം നടപ്പിലാവുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ അധികാരപ്പെടുത്തിയ ബോഡി ഏതാണെന്നാണ് ചോദ്യം. ഒരിക്കലും എന്താണ് മൊത്തത്തിലുള്ള അവസ്ഥയല്ല പറഞ്ഞത്. നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അല്ലാതെ എന്താണ് ഒരു രാജ്യം മൊത്തത്തിൽ രാജ്യം എന്ന പോയിന്റ് ഓഫ് വ്യൂ ആര് നോക്കും? UN നോക്കും അല്ലേ. ഇപ്പം ഇന്ത്യയുടേതായി കഴിഞ്ഞാലും അതുപോലെ തന്നെ അമേരിക്ക എല്ലാ ഈ ഒരു അംഗരാജ്യങ്ങൾ ഉണ്ടാവില്ല. അതിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തുന്ന UN ആണ്. എന്നിട്ടാണ് UN രാജ്യങ്ങളെ കാറ്റഗറൈസ് ചെയ്യുന്നത്. സോ UN വിലയിരുത്തുന്നതിനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ഇന്ത്യക്കുള്ളിൽ തന്നെ എന്താണ് ഒരു വിലയിരുത്തൽ ആദ്യം വേണം അല്ലേ. ഇന്ത്യക്കുള്ളിൽ തന്നെ സംസ്ഥാനങ്ങൾക്കിടയിൽ ഒരു മത്സരം വേണം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മത്സരം വേണം. സോ അതിന് വേണ്ടിയിട്ട് നടത്തുന്ന മത്സരത്തെ കൺട്രോൾ ചെയ്യുന്ന ബോഡി ഏതെന്നാണ് ചോദ്യം. പ്ലാനിംഗ് ബോർഡ്, നീതി ആയോഗ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ പ്ലാനിംഗ് ബോർഡ് എന്തായാലും വരത്തില്ല. കാരണം എന്താണ് 2015 UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ വന്നതെന്ന് പറഞ്ഞല്ലേ. പ്ലാനിംഗ് ബോർഡ് എപ്പോൾ അവസാനിച്ചിട്ടുണ്ട്? 2014 പ്ലാനിംഗ് ബോർഡ് അവസാനിച്ചിട്ടുണ്ട്. സോ ആദ്യം തന്നെ നമുക്ക് വെട്ടാം അല്ലേ. ഇനി മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്താണ്? ഈ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുമായിട്ട് പ്രത്യേകിച്ച് റൂളും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി എന്താണ്? നീതി ആയോഗ്, മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് മാത്രമാണ് നോക്കാനുള്ളത്. അതിൽ നമുക്ക് ഡൗട്ട് വരുന്ന ഒരു കാര്യം മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണോ? നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ പറഞ്ഞില്ലേ, അതുകൊണ്ട് അതാണോ എന്ന രീതിയിൽ ഡൗട്ട് വരും. സോ അതല്ല, ഉത്തരം എന്താണ്? നീതി ആയോഗാണ്. നിങ്ങൾ കേട്ടില്ലേ നീതി ആയോഗിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ റിപ്പോർട്ട് 2023-24 ഇന്നലെ സംസ്ഥാനം മുന്നിട്ട് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ. ആ റിപ്പോർട്ടിനെ കുറിച്ചിട്ടാണ് ചോദിച്ചത്. സോ ഇത്തരത്തിൽ നാഷണൽ ബോഡി പ്രൈമറി റെസ്പോൺസിബിൾ ഫോർ ഇംപ്ലിമെന്റിംഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഇൻ ഇന്ത്യ ഏതാണ്? നീതി ആയോഗാണ്. ആ ഒരു കാര്യം അവിടെ നിന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇന്ത്യ വാസ് വൺ ഓഫ് ദ 193 യുണൈറ്റഡ് നേഷൻ മെമ്പർ സ്റ്റേറ്റ് ടു അഡോപ്റ്റ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ആൻഡ് കമ്മിറ്റ് ഇറ്റ് സെൽഫ് ആസ് എ സ്റ്റേക്ക് ഹോൾഡർ ടു മീറ്റ് 2030 അജണ്ട ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതായത് 193 രാജ്യങ്ങൾ, UN ഭാഗമായുള്ള 193 രാജ്യങ്ങൾ എന്താണ് 2030 UN പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് അല്ലേ, നടപ്പിലാക്കി വരുന്നുണ്ട്. അതിലൊരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇനി ഇന്ത്യയുടെ കാര്യങ്ങൾ UN നോക്കിക്കോളും. അതായത് UN ആണ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ബട്ട് ഇന്ത്യക്കുള്ളിൽ എന്താണ് UN റിസൾട്ട് എടുക്കുന്നതിന് മുൻപ് ഇന്ത്യക്കുള്ള കാര്യങ്ങൾ ബെറ്റർ ആക്കേണ്ടത്. സോ അതിനെന്താണ്
അതിന് നമുക്ക് ആഭ്യന്തരമായുള്ള ചില കാര്യങ്ങൾ വേണം അല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ഒരു സ്കൂളിൻ്റെ പറയുകയാണ്, ഒരു സംസ്ഥാനത്തുള്ള 100 സ്കൂളുകളുണ്ടെന്ന് വിചാരിക്കുക. 100 സ്കൂളുകളെ കുറിച്ചിട്ട് ആ ഒരു സംസ്ഥാനത്തെ എഡ്യൂക്കേഷൻ മിനിസ്ട്രി എന്താണ്, എഡ്യൂക്കേഷൻ മിനിസ്ട്രി എല്ലാ വർഷവും ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട്. സോ ആ റിപ്പോർട്ട് എഡ്യൂക്കേഷൻ മിനിസ്ട്രി 100 സ്കൂളുകളെ കമ്പയർ ആയിട്ട് തയ്യാറായിക്കോളും. ബട്ട് ഓരോരോ സ്കൂളുകൾ ആ സ്കൂളിൻ്റെ പ്രകടനം മെച്ചപ്പെടുത്തണമെങ്കിൽ എന്താണ്, ആ ഒരു സ്കൂളുകൾ തന്നെ വിചാരിച്ചിട്ട് അവരുടെ വികസനം ചെയ്യണം അല്ലേ. സോ അവിടെ എന്താണ്, അവിടെ ചിലപ്പോൾ ഒരു ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ഉണ്ടെങ്കിൽ ആ ഒരു പ്രിൻസിപ്പൾ ഹെഡായിക്കൊണ്ടൊരു തീരുമാനം, ഇന്ന കാര്യങ്ങൾ ഈ ഒരു ഗോൾസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, സ്കൂളിൽ ചെയ്യണം തീരുമാനിക്കും അല്ലേ. സോ അവിടെ എന്താണ്, അവിടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി ലോകരാജ്യങ്ങളെ കമ്പയർ ചെയ്യുന്നത് പോലെ ഇവിടെ സ്കൂളുകളെ കമ്പയർ ചെയ്യുന്നവരാണ് വിദ്യാഭ്യാസ വകുപ്പാണ്. ബട്ട് ആ ഒരു സ്കൂളുകൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സ്വയം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അങ്ങനെ ഇന്ത്യക്ക് സ്വയം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുവേണ്ടി സഹായിക്കുന്ന ബോഡി, റെസ്പോൺസിബിൾ ആയുള്ള ബോഡിയാണ് നീതി ആയോഗ്. 2030 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയെ ആഭ്യന്തരമായിട്ട് സഹായിക്കുന്ന ബോഡിയാണ് നീതി ആയോഗ്. നീതി ആയോഗ് ഇസ് ദ നാഷണൽ ബോഡി പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ ഇംപ്ലിമെന്റിംഗ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇൻ ഇന്ത്യയിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിൾ ബോഡിയാണ് നീതി ആയോഗ്. ഇന്ത്യ ഹാസ് പ്ലേഡ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആൻഡ് ദ കൺട്രീസ് നാഷണൽ ഡെവലപ്മെന്റ് ഗോൾസ് ആർ മിറർഡ് ഇൻ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. ഇതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് നീതി ആയോഗ് ആണല്ലേ. കറന്റ് ഇന്ത്യസ് 5th ലാർജസ്റ്റ് എക്കണോമി ഇൻ ദ വേൾഡ്, ഏഷ്യയിലെ 3ാമത്തെയാണ്. അതും പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ഓക്കെ, നിലവിലെ 5th ലാർജസ്റ്റ് എക്കണോമിയാണ് നമുക്കറിയാം. ഇന്ത്യ ഇസ് എക്സ്പെക്ടഡ് ടു ബിക്കം ദ 3rd ലാർജസ്റ്റ് എക്കണോമി. 2025-26 3rd ലാർജസ്റ്റ് ആവും എന്ന് പറയുന്നുണ്ട്. 2030 എന്താണ്, നമ്മൾ അതും മറികടന്നുകൊണ്ട് പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ നമ്മൾ ക്ലാസ് ചർച്ച ചെയ്ത കാര്യമാണ്. ദ ഗവൺമെന്റ് ഓഫ് India's commitment to inclusive and sustainable growth is highlighted through the motto Sabka Saath Sabka Vikas. അതൊക്കെ നമ്മൾ ക്ലാസ് ചെയ്ത് പറഞ്ഞ കാര്യമാണ് അല്ലേ. സോ ഇവിടെ എന്താണ്, ഇവിടെ ഇന്ത്യയിലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയുള്ള ബോഡി ഏതാണ്, നീതി ആയോഗാണ്. അതൊന്നും അവിടെ പഠിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്, ഡേഷ് എമേർജ്ഡ് ആസ് ദ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ്സ് ഇൻ നീതി ആയോഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. നീതി ആയോഗിന്റെ 2023-24 വർഷം നോട്ട് ചെയ്തേക്കണം, കാരണം വർഷം മാറിക്കഴിഞ്ഞ് ഒരു മാർക്ക് അങ്ങ് പോകും. 2023-24 പുറത്തു വന്ന നീതി ആയോഗിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എന്തൊക്കെയാണ്, കേരള ആൻഡ് ഉത്തരാഖണ്ഡ് ഉണ്ട്, ഗുജറാത്ത് ആൻഡ് ഉത്തരാഖണ്ഡ് ഉണ്ട്, കേരള ആൻഡ് ഉത്തർപ്രദേശ് ഉണ്ട്, ഗുജറാത്ത് ആൻഡ് ഉത്തർപ്രദേശ് ഉണ്ട്. ഇതിന് നമുക്കറിയുന്ന 100% ഉറപ്പിച്ച് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം എന്താണ്, നമ്മുടെ സ്വന്തം കേരള എന്തായാലും ഇതിലുണ്ട് അല്ലേ. കേരള ഇതിലുണ്ട്. സോ നമുക്ക് എന്താണ്, ഗുജറാത്ത് ആൻഡ് ഉത്തരാഖണ്ഡും വെട്ടാം, അതുപോലെ തന്നെ ഗുജറാത്ത് ആൻഡ് ഉത്തർപ്രദേശും വെട്ടാം. സോ എന്താണ്, കേരളം കൂടാതെ വേറെ എന്ത് സ്റ്റേറ്റ് ആണ് ഉള്ളതെന്നാണ് നമുക്കറിയണത്. ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് രണ്ടും കേരി കേൾക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരുപോലെ തോന്നുന്നുണ്ടല്ലേ. രണ്ടും രണ്ട് സ്റ്റേറ്റ് ആണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ കേരള ആൻഡ് ഉത്തരാഖണ്ഡ് ആണോ അല്ലെങ്കിൽ കേരള ആൻഡ് ഉത്തർപ്രദേശ് ആണോ എന്നാണ് ഇനി അറിയാനുള്ളത്. ഉത്തരം എന്താണ്, നിങ്ങൾ കറണ്ട് അഫെയറിൽ വായിച്ചിട്ടുണ്ടാകും. കറണ്ട് അഫെയർ ലിങ്ക് ചെയ്ത ചോദ്യമാണിത്. ഉത്തരാഖണ്ഡാണ്. കേരള ആൻഡ് ഉത്തരാഖണ്ഡാണ് 2023-24 നീതി ആയോഗിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇൻഡെക്സിൽ ഒന്നാമത് വന്ന സംസ്ഥാനം. കേരളവും അതുപോലെ ഏതാണ്, ഉത്തരാഖണ്ഡുമാണ്. ആ ഒരു കാര്യം അവിടെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. കേരള ആൻഡ് ഉത്തരാഖണ്ഡ് എമേർജ്ഡ് ആസ് ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ്സ് ഇൻ നീതി ആയോഗ്സ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇന്ത്യ ഇൻഡെക്സ് 2023-24. ആ ഒരു കാര്യം അവിടെ നിന്ന് പഠിച്ചു വെച്ചാൽ മതി. കേരള ഇസ് റാങ്ക്ഡ് ഫസ്റ്റ് ഇൻ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ബേസ് ലൈൻ റിപ്പോർട്ട് 2018. ഇതിന് മുന്നേയുള്ള കാര്യമാണ്. കഴിഞ്ഞ ഏതൊക്കെ എത്രയൊക്കെ റിപ്പോർട്ട് വന്നിട്ട് അതിലൊക്കെ കേരളമുണ്ട്. നമ്മുടെ സ്വന്തം കേരളം ലീഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. 2018 ആദ്യമായിട്ട് റിപ്പോർട്ട് വന്നത്. അന്നും ആര് തന്നെ ഉണ്ടായിരുന്നു, അന്നും നമ്മുടെ കേരളം തന്നെ ഒന്നാമതായിട്ട് ടോപ്പ് അടിച്ച് നിൽക്കുന്നുണ്ടല്ലേ. അന്നും ഇന്നും എല്ലാം എന്താണ്, നീതി ആയോഗിൽ കേരളം ഒന്നാമതുണ്ട്. The top rank for Kerala is attributed to its achievement in providing good health and quality education, reducing hunger and achieving gender equality. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിലൂടെ കേരളം ലക്ഷ്യം വെച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. ഗുഡ് ഹെൽത്തിൽ കേരളം ഒന്നാമത് നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനിൽ കേരളം ഒന്നാമത് നിൽക്കുന്നുണ്ട്, റെഡ്യൂസിങ് ഹങ്കറിൽ കേരളം ഒന്നാമത് നിൽക്കുന്നുണ്ട്, അച്ചീവിങ് ജെൻഡർ ഇക്വാലിറ്റിയിലൊക്കെ കേരളം എന്താണ് ടോപ്പായിട്ട് വരുന്നില്ല. ഇതൊക്കെ തന്നെയാണ്, ഇതിലൊക്കെ നല്ല പോയിന്റ് നേടുന്നതുകൊണ്ടാണ് കേരളം എന്താണ് ഫൈനൽ റിപ്പോർട്ടിൽ ഒന്നാമതേക്ക് പോകുന്നത്. കേരള ടോപ്ഡ് ഇന്ത്യൻ സ്റ്റേറ്റ് ഇൻ പ്രോഗ്രസ് ടുവേർഡ്സ് UN Sustainable Development Goals and നീതി ആയോഗ് Sustainable Development Goals India Index both in 2018-19 2018 19 എന്താണ് നമ്മുടെ കേരളം തന്നെയാണ്. ഞാൻ പറഞ്ഞു ഇതുവരെ എത്ര വന്നു അതിലൊക്കെ നമ്മുടെ കേരളം മുന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അല്ലേ. കേരള റീറ്റെയിൻ ദ ടോപ്പ് റാങ്കിങ് നീതി ആയോഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇന്ത്യ ഇൻഡെക്സ് 2020-21 ഫോർ ദ തേർഡ് കോൺസിക്യൂട്ടീവ് ഇയർ. 2020-21 എന്താണ് തേർഡ് കോൺസിക്യൂട്ടീവ് ഇയറിൽ എ റെക്കഗ്നീഷൻ ഓഫ് ഇറ്റ്സ് സോഷ്യൽ എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റ്
പ്രോഗ്രസ് 2020-21 തുടർച്ചയായുള്ള മൂന്നാമത്തെ വർഷം 2018 ഒന്നാമത് വന്നു, 19 ഒന്നാമത് വന്നു, അതായത് 2018-19 ഒന്നാമത് വന്നു, 19-20 ഒന്നാമത് വന്നു, 2021 കേരളം ഒന്നാമത് വന്നു അല്ലെ. പിന്നെ COVID-19 ഇഷ്യൂസ് കാരണം കുറച്ച് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം 2023-24 വന്നത്. അതിലും ആര് വന്നു? കേരളം വന്നു. കേരളത്തിന് കൂടെ ഉത്തരാഖണ്ഡ് കൂടെ ഒന്നാമതുണ്ടായിരുന്നു. വാർത്തകളിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. കേരള ബാഗ്ഡ് 75 points and improvement from 70 and 69 in the previous year. 2018 69 പോയിന്റ് ഉണ്ടായിരുന്ന കേരളം 2019 70 അത് 2020-21 75 മാറിയിട്ടുണ്ട് അല്ലെ. കേരള സ്കോർഡ് ഇൻ സെഗ്മെന്റ് സച്ച് ആസ് സീറോ ഹങ്കർ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി അക്കോർഡിംഗ് ടു ദ നീതി അഗ്ലീസ്. റീസെന്റ് ആയിട്ട് വന്ന 2021 ആ ഒരു റിപ്പോർട്ട് പ്രകാരം ഉണ്ടല്ലോ, 2021 റിപ്പോർട്ടിൽ സീറോ ഹങ്കർ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജിയിലൊക്കെ കേരളം മുന്നിട്ട് നിൽക്കുന്നുണ്ട്. 2021-24 ഓൾറെഡി പറഞ്ഞു 79 പോയിന്റ്, 60 കഴിഞ്ഞ് അത് 70-ലേക്ക് എത്തി, 70-75-ലേക്ക് എത്തി. അതെന്താണ് 79 പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ടല്ലേ. 100 പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ കേരളം കംപ്ലീറ്റ് ആയിട്ട് അച്ചീവ് ചെയ്തു എന്നാണ് അർത്ഥം വരുന്നത്. സോ ആ ഒരു പോക്കിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പോയിന്റ് കുറയുകയും ചെയ്യാം, താഴോട്ടേക്കും വരാം. നമ്മൾ ഏതെങ്കിലും രീതിയിൽ മോശം പെർഫോമൻസ് ആണെങ്കിൽ താഴോട്ടേക്കും വരാം പോയിന്റ്, അങ്ങനെ താഴോട്ടേക്ക് വരാറുണ്ട്. കേരള ഉത്തരാഖണ്ഡ് എന്നാണ് ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സെറ്റാണല്ലോ ആ ഒരു ചോദ്യം. അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാം. നെക്സ്റ്റ് ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കറക്റ്റ് ഡെഫിനേഷൻ ഓഫ് ജെൻഡർ? ജെൻഡർ എന്ന് വെച്ചാൽ അതിന്റെ എക്സാക്ട് ഡെഫിനേഷൻ താഴെ പറയുന്നതിൽ എന്താണെന്നാണ് ചോദ്യം. നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണല്ലേ, എന്താണ് സെക്സ്, അതുപോലെ എന്താണ് ജെൻഡർ. ഈ സെക്സ് എന്ന് പറയുന്നതും ജെൻഡർ എന്ന് പറയുന്നതും ഒന്നാണോ, അല്ലെങ്കിൽ രണ്ടും രണ്ടാണോ, ഇനി എന്താണ് വ്യത്യാസം എന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. സോ അതുപ്രകാരം ജെൻഡറിന്റെ യഥാർത്ഥ ഡെഫിനേഷനാണ് നമ്മളോട് ചോദിച്ചുള്ളത്. ജെൻഡർ കൺസേൺസ് ആൻഡ് ഡെവലപ്മെന്റ് പഠിച്ചില്ല നമ്മൾ, അതിൽ പഠിച്ച കാര്യമാണ്. സോ ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? ജെൻഡർ റെഫേഴ്സ് ടു ദ ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. എന്താണ് ഒന്നാമത്തത്? ജെൻഡർ റെഫേഴ്സ് ടു ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ ആസ്പെക്ട്സ്, അല്ല ഒരു വ്യക്തിയുടെ ഫിസിക്കൽ പുറമേ നമുക്ക് കാണുന്ന അല്ലെങ്കിൽ ബയോളജിക്കലായുള്ള ആ ഒരു കാര്യങ്ങളെയാണ് ജെൻഡർ എന്ന് പറഞ്ഞാൽ. അത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദ്യം. നമ്മൾ കറക്റ്റ് മാത്രമേ പറയാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ. സോ ഇതെന്താണ്, നമ്മൾ വായിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, ഇത് ജെൻഡർ അല്ല, പകരം എന്താണ്? സെക്സ് ആണ്. സെക്സ് റെഫേഴ്സ് ടു ദ ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് എ ഇൻഡിവിജ്വൽ. ഒരു നമ്മൾ മെയിൽ, ഫീമെയിൽ അല്ലെങ്കിൽ ഇന്റർസെക്സിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? അവരുടെ ബയോളജിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ എന്താണ്, ഫിസിക്കൽ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഫിസിക്കൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ബയോളജിക്കൽ ആയിട്ടുള്ള ഓർഗാൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മെയിൽ, ഫീമെയിൽ അല്ലെങ്കിൽ ഇന്റർസെക്സ് എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ഒരിക്കലും അതെന്താണ് ജെൻഡർ അല്ല, അത് മറിച്ച് സെക്സ് എന്ന രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് എന്താണ്? ജെൻഡർ ഈസ് ടിപ്പിക്കലി അസൈൻഡ് വിത്ത് അറ്റ് ബർത്ത്. ജനന സമയത്താണ് ജെൻഡർ എന്ന പദവി നമുക്ക് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? തെറ്റാണല്ലേ. സെക്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തി മെയിലാണോ ഫീമെയിലാണോ ഇന്റർസെക്സ് ആണോ എന്ന് തീരുമാനിക്കുന്നത് സെക്സ് ആണ് അല്ലേ, അല്ലെങ്കിൽ ടിപ്പിക്കലി അസൈൻ ബൈ അറ്റ് ബർത്ത് ടൈമിൽ ജനന സമയത്ത് നമുക്ക് എന്താണ്? സെക്സ് ആണ്, നമ്മുടെ സെക്സ് ആണ്. സിസ്റ്റർ എന്ന് പറയും ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഈ രീതിയിൽ നമ്മളോട് പറയല്ലേ. സോ അതെന്താണ്? അതും സെക്സിന്റെ ഡെഫിനിഷൻ ആണ്. നെക്സ്റ്റ് എന്താണ്? ജെൻഡർ റെഫേഴ്സ് ടു ദ ബയോളജിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മെയിൽ ആൻഡ് ഫീമെയിൽ ബോഡീസ്. അതും എന്താണ്? അത് ജെൻഡർ അല്ല, അതും സെക്സ് ആണ്. നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. സെക്സ് റെഫേഴ്സ് ടു ദ ബയോളജിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ ബോഡീസ്. പിന്നെ എന്താണ്? ഒന്ന് മാത്രമാണ് ബാക്കിയുള്ളത് അല്ലേ. ജെൻഡർ റെഫേഴ്സ് ടു ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വുമൺ, മെൻ, ഗേൾസ് ആൻഡ് ബോയ്സ് ദാറ്റ് ആർ സോഷ്യലി കൺസ്ട്രക്റ്റഡ്. എന്താണ്? വായിച്ചൊക്കെ സോഷ്യലി കൺസ്ട്രക്റ്റഡ് അല്ലേ. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടും ഷർട്ടും ഇട്ടിട്ട് പോകുന്ന ആള് പുരുഷനാണ്, സാരി ഇട്ടിട്ട് പോകുന്ന ആള് സ്ത്രീയാണ്, അല്ലെങ്കിൽ മുടി നീട്ടി വളർത്തുന്ന ആളുകൾ എന്താണ്? സ്ത്രീയാണ്, അല്ലെങ്കിൽ മുടി ഷോർട്ടായിട്ട് വളർത്തുന്ന ആളുകൾ മെന്നാണ്, അല്ലെങ്കിൽ എന്താണ്? കായികാധ്വാനം കുറച്ച് കൂടുതലുള്ള ജോലികൾ ചെയ്യുന്ന ആൾ പുരുഷന്മാരാണ്, കായികാധ്വാനം കുറഞ്ഞ ജോലി ചെയ്യുന്ന ആളുകൾ സ്ത്രീകളാണ്. സോ ഇതൊക്കെ ആര് പറയുന്നതാണ്? സൊസൈറ്റി പറയുന്നതാണല്ലേ. അല്ലാതെ എന്താണ് ഒരു ഡെഫിനേഷനും എവിടെ എഴുതി വെച്ച കാര്യമൊന്നുമല്ല. ഇന്ത്യൻ ഭരണഘടനയിലും ലോകത്ത് UN പറയുന്നില്ല, ആരും പറയുന്നില്ല. അത് ഓരോ സൊസൈറ്റി അനുസരിച്ചിരിക്കും. ചിലപ്പോൾ എന്താണ്? ചില രാജ്യങ്ങൾ ഇത് തിരിച്ചിട്ട് വരാം. ചില രാജ്യങ്ങൾ മുണ്ടു ഷർട്ട് ഇട്ട് പോകുന്ന ആളുകൾ സ്ത്രീയാണ്, അതുപോലെ തന്നെ സാരി ഇട്ട് പോകുന്ന ആൾ പുരുഷന്മാരാണെന്ന രീതിയിൽ ആ രാജ്യം ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, ആ രാജ്യം സോഷ്യലി അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യത്ത് എന്താണ്? ജെൻഡർ അവരെങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. സോ ജെൻഡർ എന്ന് പറയുന്ന ഒരിക്കലും എന്താണ്? ജെൻഡർ എന്ന് പറയുന്ന ആ ഒരു കാര്യം സൊസൈറ്റിയുടെ കാഴ്ചപ്പാട് മാത്രമാണ്. നിങ്ങൾ എന്താണ്? മുടി നീട്ടി വളർത്തിയത് കൊണ്ട് സ്ത്രീ പുരുഷനോ അല്ലെങ്കിൽ പുരുഷനോ സ്ത്രീ ആവാനും പോകുന്നില്ല, സാരിയോ അല്ലെങ്കിൽ മുണ്ട് ഷർട്ട് ഇട്ടതുകൊണ്ട് തിരിച്ച് ജെൻഡർ മാറിപ്പോവാനും ഒന്നും പോകുന്നില്ല അല്ലേ, അല്ലെങ്കിൽ സെക്സ് മാറിപ്പോവാനൊന്നും പോകുന്നില്ല. ജെൻഡർ എന്ന് പറയുന്നത് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചട്ടക്കൂടുകൾ മാത്രമാണ്. ഇന്ന കാര്യങ്ങൾ പുരുഷൻ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ഇന്ന ജോലി സ്ത്രീ ചെയ്യണം, അതൊക്കെ പറയുന്നത് സൊസൈറ്റിയുടെ കൺസെപ്റ്റാണ്. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ബട്ട് ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് പലപ്പോഴും പലരും അത് ആക്സെപ്റ്റ് ചെയ്യാണ് മുന്നോട്ട് പോകുന്നത്. സോ അതെന്താണ്?
അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ സൊസൈറ്റി വെറും ജെൻഡർ എന്ന് പറയുന്ന കാര്യം സൊസൈറ്റിയുടെ കൺസേൺ കാഴ്ചപ്പാട് മാത്രമാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നിടത്തൊക്കെ എന്ത് വരും, വികസനം വരും, ഡെവലപ്മെന്റ് വരും അല്ലേ. സോ അത്തരത്തിൽ ജെൻഡർ എന്ന് പറയുന്നത് വെറും സൊസൈറ്റിയുടെ കാഴ്ചപ്പാട് മാത്രമാണ്. ഇന്ത്യൻ സൊസൈറ്റി കാണുന്നത് ഒരു മെയിൽ അല്ലെങ്കിൽ ഫീമെയിലിനെ ഡിഫൈൻ ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല അമേരിക്കൻ സൊസൈറ്റി ഡിഫൈൻ ചെയ്യുന്നത്, അതുപോലെ ആയിരിക്കത്തില്ല ഫ്രാൻസിലെ സൊസൈറ്റി ഡിഫൈൻ ചെയ്യുന്നത്, അതുപോലെ ആയിരിക്കത്തില്ല അല്ലെങ്കിൽ പാകിസ്ഥാനിലെ അല്ലെങ്കിൽ ചൈനയിലെ സൊസൈറ്റി ഡിഫൈൻ ചെയ്യുന്നത്. സോ ഓരോരുത്തർ ഓരോ രീതിയിൽ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുക അല്ലേ. സോ ജെൻഡർ എന്ന് പറയുന്നത് എന്താണ്, അത് പ്യൂർലി സോഷ്യലി ബേസ്ഡ് ആണ്, സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്യുന്ന കാര്യമാണ്. സോ ജെൻഡർ റെഫേഴ്സ് ടു ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വുമൺ, മെൻ, ഗേൾസ് ആൻഡ് ബോയ്സ് ദാറ്റ് ആർ സോഷ്യലി കൺസ്ട്രക്റ്റഡ്. സൊസൈറ്റി ഓരോരുത്തർക്കും വെച്ച് നീട്ടിയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്താണ് അല്ലെങ്കിൽ ആ ഒരു ചട്ടക്കൂടിനെയാണ് നമ്മൾ ജെൻഡർ എന്ന പേരിൽ വിളിക്കുന്നത്. സെക്സ് റെഫേഴ്സ് ടു ദ ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഇൻഡിവിജ്വൽ വിച്ച് മേക്സ് സമ്മൺ ബയോളജിക്കലി മെയിൽ, ഫീമെയിൽ ഓർ such as chromosome, hormones and റീപ്രൊഡക്റ്റീവ് അനാട്ടമി. ഓക്കെ, ടിപ്പിക്കലി എന്താണ്, ബർത്താണ്. ബൈ ബർത്താണ് നമുക്ക് ഈ ഒരു സെക്സ് എന്ന് പറയുന്ന കാര്യം മെയിലാണോ ഫീമെയിൽ ആണോ ഇന്റർസെക്സ് ആണോ എന്ന രീതിയിൽ വരുന്നത്. വി ക്യാൻ അസൈൻ എയ്തർ മെയിൽ, ഫീമെയിൽ. ഈ എന്താണ് ക്രോമസോംസിൽ വ്യത്യാസമുണ്ട്, ഇന്റർസെക്സ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അല്ലേ. ബട്ട് ജെൻഡർ എന്താണ്, ജെൻഡർ റെഫേഴ്സ് ടു ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വുമൺ, മെൻ, ഗേൾസ് ആൻഡ് ബോയ്സ് ദാറ്റ് ആർ സോഷ്യലി കൺസ്ട്രക്റ്റഡ്. സൊസൈറ്റി നിർമ്മിച്ച് വെച്ച ചട്ടക്കൂടാണല്ലേ. സെക്സ് റെഫേഴ്സ് ടു ദ ബയോളജിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ ബോഡീസ്, while gender refers to everything else that goes into making men and women social and cultural process, economic and political structures. Society ക്രിയേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്, മിഥ്യമായിട്ടുള്ള കാര്യങ്ങളെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ദ വേൾഡ് എക്കണോമിക് ഫോറം എക്സ്പ്ലെയിൻസ് ദാറ്റ് ജെൻഡർ ഈസ് നോട്ട് സിനോണിമസ് വിത്ത് വുമൺ ആസ് ഇറ്റ് കോമൺലി അണ്ടർസ്റ്റുഡ്. അതായത് നമ്മൾ പലപ്പോഴും എന്താണ് ജെൻഡർ എന്ന് പറയുമ്പോൾ വുമൺ എന്ന രീതിയിലാണ് പലപ്പോഴും പോകുന്നത് അല്ലേ. സോ അത് മാത്രമല്ല, അതുപോലെ പുരുഷന്മാർ ആ രീതിയിലുള്ള കാര്യങ്ങൾ വേണം നമ്മൾ കൃത്യമായിട്ട് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് റെഫേഴ്സ് ബോത്ത് മെൻ ആൻഡ് വുമൺ ആൻഡ് ടു ദെയർ സ്റ്റാറ്റസ് റിലേറ്റ് ടു ദ അതർ, ആ രീതി കൊടുന്ന് ഓർത്തു വെച്ചാൽ മതി. അതുപോലെ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് പോയാൽ മതി. നെക്സ്റ്റ് എന്താണ്, വിച്ച് വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു എസ്റ്റാബ്ലിഷ് പോളിസി ഫോർ ട്രാൻസ്ജെൻഡർ ഇൻ ഇന്ത്യ. ഇത് പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു SIയുടെ എക്സാമിന് എങ്ങാണ്ട് കഴിഞ്ഞ വർഷം നടന്നൊരു എക്സാമിന് ചോദിച്ച ചോദ്യം ഇതാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് ഒരു പോളിസി ക്രിയേറ്റ് ചെയ്ത സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. സോ ആ ഒരു ചോദ്യം കണ്ടവർക്ക് കൃത്യമായിട്ട് കത്തിയിട്ടുണ്ടാവും. ഉത്തരം എന്താണ്, കേരളമല്ലേ. ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് ഇന്ത്യയെ തന്നെ ആദ്യമായിട്ടൊരു പോളിസി ക്രിയേറ്റ് ചെയ്ത സംസ്ഥാനം ഏതാണ്, അത് നമ്മുടെ സ്വന്തം കേരളമാണ്. കേരള ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു എസ്റ്റാബ്ലിഷ് എ പോളിസി ഫോർ ട്രാൻസ്ജെൻഡേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയെ തന്നെ ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് ഒരു പോളിസി, ഒരു നയം രൂപീകരിച്ച് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നയം രൂപീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്, കേരളമാണ്. The Honorable Supreme Court wide judgment dated 15th April 2014 has directed the central and state government to grant legal recognition of the identity. 2014 ഏപ്രിൽ 15 സുപ്രീം കോടതി എന്താണ് ഒരു വിധി പുറപ്പെടുവിച്ചു. സംസ്ഥാനങ്ങളോടും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിനോടും പറഞ്ഞു, ഇന്റർസെക്സ് വിഭാഗത്തിൽ വരുന്ന ട്രാൻസ്ജെൻഡേഴ്സ് എന്താണ്, അവരും ഈ ഒരു ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്, ഇന്ത്യൻ സിറ്റിസൺസ് ആണ്. സോ അവർക്ക് ആവശ്യമായിട്ടുള്ള അവകാശങ്ങൾ ലീഗലി റെക്കഗ്നൈസ് ചെയ്ത് നൽകണം എന്ന രീതിയിൽ സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചു 2014. സോ വിവിധ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ ആ ഒരു വിധി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ടേക്ക് പോകും. അങ്ങനെ ആ ഒരു കാര്യം ആദ്യമായിട്ട് കൊണ്ടുവന്നത് നമ്മുടെ കേരളവുമാണ്. ദ ഗവൺമെന്റൽ ഇനീഷ്യേറ്റീവ് ബിഗാൻ ഇൻ കേരള with the 10-day long state survey which covered 14 districts in 2014 after the historical verdict of Honorable Supreme Court in 2014. 2014 സുപ്രീം കോടതിയുടെ ഈ ലീഗൽ റെക്കഗ്നീഷൻ കൊടുക്കണം എന്ന് പറഞ്ഞ വിധി വന്നതിന് ശേഷം ഏതാണ്ട് 10 ദിവസം നീണ്ടു നിൽക്കുന്നൊരു സ്റ്റേറ്റ് സർവേ കേരളത്തിലെ വിവിധ ജില്ലകളായിട്ട് 14 ജില്ലകൾ നടക്കുകയും ദ ടാസ്ക് വാസ് അസൈൻ ടു സംഗമ ആൻ ഓർഗനൈസേഷൻ വർക്കിംഗ് ഫോർ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി. ഇതിന് വേണ്ടിയിട്ട് സംഗമ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എന്താണ് അവർ മുന്നിട്ടിറങ്ങിയും അവർ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ദ റിസൾട്ട്സ് ഹെൽപ്പ് ഇൻ ദ സ്റ്റേറ്റ് ടു ഫോർമുലേറ്റ് സ്റ്റേറ്റ് പോളിസി ഫോർ ദ ട്രാൻസ്ജെൻഡർ പേഴ്സൺ വിച്ച് ഇസ് ദ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഇൻ ഇന്ത്യ. അങ്ങനെ ഇന്ത്യയെ തന്നെ ആദ്യമായിട്ട് എന്താണ് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടൊരു പോളിസി ഇവിടെ രൂപീകരിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് എന്താണ് നമ്മുടെ കേരളത്തിൽ ഇന്ത്യ തന്നെ ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡർ പോളിസി വന്ന ഒരു വഴി പറയുന്നത്. ബാക്കി കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം എന്താണ്, UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 5 കൺസേൺസ്. ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളോട് ഓർമ്മയുണ്ടോ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ SDG 17 ഗോളുണ്ട്. അതിൽ ഓരോ ഗോള് നമ്മൾ തോന്നിയതുപോലെ ഗോൾ ഇടാൻ വേണ്ടി പാടില്ല. അതിൽ ഗോൾ 1 എന്ന് പറയുന്ന കൃത്യമായിട്ട് അതിന് നമ്പർ ഉണ്ട്, 2, 3, 4 എന്നൊക്കെ നമ്പർ ഉണ്ട്. ഈ പറയുന്ന 4 ഓപ്ഷനുണ്ട്. അതിൽ UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 5 എന്തെന്നാണ് ചോദ്യം വരുന്നത്. എന്തൊക്കെയാണ്, ജെൻഡർ ഇക്വാലിറ്റി, പോവേർട്ടി, എഡ്യൂക്കേഷൻ, ക്ലൈമറ്റ് ആക്ഷൻ. സപ്പോസ് ഇങ്ങനെയാണ് ചോദ്യം വരുന്നതെങ്കിൽ നമുക്ക് ആദ്യം ഇത് രണ്ടും അങ്ങ് വെട്ടാം അല്ലേ. കാരണം എന്താണ്, നമുക്കറിയാം 17 ഗോൾസിൽ എന്താണ്
ഓരോ ഗോളും ഓരോ എയിമാണ് വരുന്നത്. സോ ഓൺലി 1 and 4 2 and 3 എന്ന് പറയുന്ന കാര്യം ഒരിക്കലും അവിടെ വരത്തില്ല. ഒരൊറ്റ ഉത്തരം മാത്രമേ അവിടെ വരത്തുള്ളൂ അല്ലേ. സോ ഞാൻ ഇവിടെ ഇങ്ങനെ ഓപ്ഷൻ കൊടുത്തത് PSC മിക്കവാറും ഇങ്ങനെ തന്നെയായിരിക്കും തരിക. നിങ്ങൾക്ക് എന്തായാലും 2 വെട്ടാനുള്ള എന്താണ് ഒരു അവസരം അവർ ഒരുക്കി തരാനുള്ള സാധ്യതയുണ്ട്. ഇനി 4 ആണോ 1 ആണോ എന്ന് മാത്രമേ നമുക്ക് അറിയാനുള്ളൂ അല്ലേ. സോ 1 നിങ്ങൾക്ക് പഠിച്ച് ഓർമ്മയുണ്ട്. ഞാൻ നേരത്തെ പറയാൻ തന്നെ പോവേർട്ടി ആൻഡ് ഹങ്കർ എന്ന് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് പറഞ്ഞത്? പോവേർട്ടി ആൻഡ് ഹങ്കർ അല്ലേ. സോ ഇവിടെ എന്താണ് പോവേർട്ടി പറയുന്ന കാര്യം നമുക്ക് എന്താണ് ഈ പറയുന്ന UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള് 1 ആണെന്ന രീതിയിൽ നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. അതുപോലെ ക്ലൈമറ്റ് ആക്ഷൻ നമ്മൾ എന്തായാലും ക്ലൈമറ്റ് ആക്ഷൻ ഒരു 10 ശേഷമൊക്കെയാണ് പറഞ്ഞത് അല്ലേ. ക്ലൈമറ്റ് ആക്ഷൻ എന്താണ് നമ്മളൊരു 10 ശേഷമൊക്കെയാണ് പറഞ്ഞത്. ഇനി എഡ്യൂക്കേഷൻ ആണോ ജെൻഡർ ഇക്വാലിറ്റി ആണോ അത് മാത്രമേ ഡൗട്ട് ഉണ്ടാവും അല്ലേ. എഡ്യൂക്കേഷൻ ആണോ ജെൻഡർ ഇക്വാലിറ്റി ആണോ എന്ന രീതിയിൽ നമുക്ക് എന്താണ് 1 4 മാത്രമേ നമുക്കിവിടെ ഓപ്ഷനുള്ളൂ. സോ അവിടെ എന്താണ് നമുക്ക് 3 എന്താണ് 3 മാത്രമായിട്ട് ഇവിടെ തന്നില്ല. സോ ഇതും നമുക്ക് വെട്ടാം. ഉത്തരത്തിലേക്ക് എങ്ങനെ എത്താം? ജെൻഡർ ഇക്വാലിറ്റി ഇങ്ങനെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. സോ ഇവിടെ എത്താണ് ഉത്തരം വരുന്നത് ഓൺലി 1 ആണ് ഇവിടെ ഉത്തരത്തിലേക്ക് വരുന്നത് അല്ലേ. സോ ഇതെങ്ങനെയാണ് നമ്മൾ വെട്ടിയത്? നമ്മൾ പറഞ്ഞു UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള് 17 എണ്ണം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഓരോന്ന് ഒരു കാര്യം മാത്രമേ വരുന്നുള്ളൂ. സോ ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഈ 2 കാര്യങ്ങൾ നമുക്ക് വെട്ടാം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഓർമ്മയിൽ എന്താണ് ക്ലൈമറ്റ് ആക്ഷൻ അവസാനമാണ് 10 ശേഷമാണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം, ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ പോവേർട്ടി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒന്നായിരുന്നു, പോവേർട്ടി ഹങ്കറും ഒന്നായിരുന്നു എന്ന രീതിയിൽ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താണ് ഓൺലി 4 ആണോ ഓൺലി 1 ആണോ എന്ന് മാത്രമേ 4 നമ്മൾ ഓൾറെഡി വെട്ടിയല്ലോ. സോ ഒരു കാര്യം വരുന്നില്ല. ഇനി എന്താണ് ഓൺലി 1 മാത്രമേ വരുന്നത്? ജെൻഡർ ഇക്വാലിറ്റി ആണ്. സോ ആ രീതിയിൽ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓരോരോ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നത് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ഓടിച്ചു പോകാൻ കാര്യങ്ങൾ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞ പോവേർട്ടി ഓർമ്മയില്ലേ. ബാക്കി പറഞ്ഞ ക്ലൈമറ്റ് ആക്ഷൻ എത്രയാണ്? 13 ക്ലൈമറ്റ് ആക്ഷൻ വരുന്നത് 13 അല്ലേ. അതുപോലെ തന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എവിടെയാണ്? 4. ജെൻഡർ ഇക്വാലിറ്റി എന്താണ്? ജെൻഡർ ഇക്വാലിറ്റി വരുന്നത് 5 ഓക്കെ സെറ്റിൽ. ആ ഒരു കാര്യങ്ങൾ ബാക്കിയുള്ള നമ്പേഴ്സ് കൂടെ ഒന്ന് പഠിച്ചു വെച്ചാൽ നമ്പേഴ്സൊക്കെ എന്തായാലും പരീക്ഷയ്ക്ക് ചോദ്യങ്ങളായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഒരു റീസെൻ്റ് ആയിട്ട് വന്ന റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യങ്ങളാണ്, ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളാണ്. ജസ്റ്റ് നിങ്ങൾ വായിച്ചു പോയാൽ മതി. സമയമുണ്ട് ഒന്ന് വായിച്ചു പോയാൽ മതി. ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് റെക്കോർഡ് ക്ലാസ് ആണല്ലോ, പോസ്റ്റ് ചെയ്തിട്ടൊന്ന് വായിച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? ആസ് പെർ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വാട്ട് ആർ ദ 3 ബേസിക് ഡയമെൻഷൻ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്? HDI കേട്ടില്ല നിങ്ങൾ? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പ്രകാരം 3 ബേസിക് ഡയമെൻഷൻ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് പ്രധാനപ്പെട്ട 3 ഡയമെൻഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് തയ്യാറാക്കുന്ന സമയത്ത് കൺസിഡർ ചെയ്യുന്ന 3 ഒബ്ജക്റ്റീവ് എന്താണെന്ന രീതിയിലും ചോദ്യം വരാം. ഓപ്ഷൻ ഒന്ന് വായിച്ചു വയ്ക്കുക. ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ് എന്താണ്? ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ്, ഹൈ ഇൻകം, എ ഡീസന്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, നോളേജ്. എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞ ഈ 4 കാര്യങ്ങളിൽ എന്തൊക്കെയാണ് 3 ബേസിക് ഡയമെൻഷൻ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്? ആദ്യത്തെ എന്താണ്? ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ്. തീർച്ചയായിട്ടും എന്താണ് ഒരു വ്യക്തിക്ക് ദീർഘകാലം ആരോഗ്യത്തോടുകൂടി ജീവിച്ച് ഇരിക്കാൻ വേണ്ടി സാധിക്കണം അല്ലേ. സോ അതെന്താണ് അതൊരു മനുഷ്യ വികസനമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും അല്ലേ. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ 60 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ 80 വയസ്സ് വരെ നിങ്ങൾക്ക് എന്താണ് ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എന്താണ് ഒരു മനുഷ്യ വിഭവത്തിന്റെ വികസനമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും. അല്ലാതെ എന്താണ് നമ്മളെന്താണ് ആരോഗ്യമായിട്ട് ജീവിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു ഹെൽത്തി ലൈഫ് എന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല അല്ലേ. സോ ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ് തീർച്ചയായിട്ടും ലോകരാജ്യങ്ങളിൽ എന്താണ് ഈ ഒരു 3 ബേസിക് ഡയമെൻഷനിൽ ഒന്നായിട്ട് പറയാൻ വേണ്ടി സാധിക്കും. ഇനി എന്താണ്? ഹൈ ഇൻകം, അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഒരു ക്രൈറ്റീരിയ ആയിട്ട് നമുക്ക് ഒരിക്കലും ഹൈ ഇൻകം എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല അല്ലേ. നമുക്ക് വേണമെങ്കിൽ എന്താണ് നമുക്ക് ജീവിച്ചു പോകാനുള്ള ഇൻകം അല്ലെ, സസ്റ്റെയിൻ ചെയ്യാനുള്ള ഇൻകം, അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് ലിവിങ്ങിന് വേണ്ടി ഒരു ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് വേണ്ടിയുള്ള ഇൻകം എന്ന് നമുക്ക് പറയാം അല്ലേ. സോ ഹൈ ഇൻകം എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഇവിടെ എടുക്കേണ്ടതായിട്ടില്ല. എ ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് തീർച്ചയായിട്ടും എന്താണ് ഒരു മനുഷ്യൻ്റെ ഡെവലപ്മെന്റ്, നമുക്ക് അത്യാവശ്യമുള്ള ഷെൽട്ടർ, ഫുഡ്, എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഹെൽത്ത് ഫെസിലിറ്റീസ് അതൊക്കെ ലഭ്യമാകുന്നുണ്ടെങ്കിൽ ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയാം അല്ലേ. ഇനി എന്താണ്? നോളേജ്, അറിവ് കാര്യങ്ങൾ അല്ലേ. സോ ഇത് 3 വരുന്നത്. എന്തൊക്കെയാണ് വരുന്നത്? 1, 3, 4 ആണ്. അതായത് ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ്, അതുപോലെ ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, നോളേജ്. ഈ 3 കാര്യങ്ങളാണ് 3 ഡയമെൻഷനായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ആരാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് തയ്യാറാക്കുന്നതെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. UNDP ആണ്. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ് ഈ പറയുന്ന ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് തയ്യാറാക്കുന്ന. ലോകരാജ്യങ്ങളെ കമ്പയർ ചെയ്തുകൊണ്ട് തയ്യാറാക്കുന്നതൊക്കെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ദി ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് മെഷേഴ്സ് എ കൺട്രീസ് അച്ചീവ്മെന്റ് ഇൻ കീ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഏരിയാസ്. അതായത്
മനുഷ്യന്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ്, നോളേജ്, എ ഡീസന്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഈ 3 കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് UNDP ആണ്, യുണൈറ്റഡ് നാഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ദ ഇൻഡെക്സ് ഈസ് ബേസ്ഡ് ഓൺ ദ ഹ്യൂമൻ ഡെവലപ്മെന്റ് അപ്രോച്ച് ഡെവലപ്ഡ് ബൈ മഹബൂബ് ഉൽ ഹക്ക്. ഇതും പ്രീവിയസ് ചോദ്യമാണ്, PSCയുടെ പ്രീവിയസ് ചോദ്യമാണ്. മഹബൂബ് ഉൽ ഹക്കും അതുപോലെ നമ്മുടെ അമർത്യ സെന്നുമാണ് ഈ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകിയുള്ളത്. ഓക്കെ, ഇറ്റ്സ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ യൂസ്ഡ് ടു ക്വാണ്ടിഫൈ കൺട്രീസ് അച്ചീവ്മെന്റ് ഇൻ 3 ബേസിക് ഡയമെൻഷൻ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. എന്തൊക്കെയാണ്? ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ്, നോളേജ്, ഡീസന്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഈ 3 കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. ദ HDA ക്യാപ്ചേഴ്സ് ഓൺലി പാർട്ട് ഓഫ് വാട്ട് ഹ്യൂമൻ ഡെവലപ്മെന്റ് എൻടൈറ്റിൽസ്. അത് എന്ത് നോക്കില്ല? ഇനീക്വാലിറ്റീസ് ചർച്ച ചെയ്യുന്നില്ല, പോവേർട്ടി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നില്ല, ഹ്യൂമൻ സെക്യൂരിറ്റി ചർച്ച ചെയ്യുന്നില്ല, എംപവർമെന്റ് ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല. പിന്നെ എന്ത് കാര്യമാണ്? ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ് ഉണ്ടോ ആ രാജ്യത്ത്? നോളേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടോ ആ രാജ്യത്ത്? ഡീസന്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണോ ആ ഒരു രാജ്യത്ത്? അത് മാത്രമേ നോക്കുന്നുള്ളൂ അല്ലേ. ഇനി ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റിപ്പോർട്ട് പ്രകാരം 2023-24 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ 134ാമത്തെ റാങ്കിങ്ങിൽ വന്നിട്ടുണ്ട്, സ്വിറ്റ്സർലാൻഡ് 1ാമതും വന്നിട്ടുണ്ട്. അതുകൂടെ കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെടുന്ന ഓർത്തു വെച്ചാൽ മതി. ഇത് UNDPയുടെ ഒഫീഷ്യൽ സൈറ്റിലുള്ള കാര്യമാണ്. ഡയമെൻഷൻ ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ്, നോളേജ്, ഡീസന്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഈ 3 കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ ഒരു കാര്യം. ഇനി മാച്ച് ദ ഫോളോയിങ് ആണ്. 4 വർഷങ്ങൾ തന്നിട്ടുണ്ട്, ആ വർഷം ലോഞ്ച് ചെയ്ത കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് വർഷങ്ങൾ തന്നത്? 1980, 1994, 2000, 2006. 1980 എന്താണ്? ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ പോപ്പുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് തന്നിട്ടുണ്ട്. അതുപോലെ UN മില്ലേനിയം ഡിക്ലറേഷൻ, യുണൈറ്റഡ് നാഷൻ കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, കൺവെൻഷൻ ഓൺ ദ എലിമിനേഷൻ ഓഫ് ഓൾ ഫോം ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗേൻസ്റ്റ് വുമൺ ആണ് വരുന്നത് അല്ലേ. സോ ഇത് വർഷങ്ങളുമായിട്ട് ഈ ഒരു കൺവെൻഷനും കാര്യങ്ങളും അല്ലെങ്കിൽ ഡിക്ലറേഷൻ ഒക്കെ നടന്ന വർഷങ്ങളാണ് നോക്കാനുള്ളത്. ഇതിൽ നമുക്ക് ഒരു കാര്യം മാച്ച് ചെയ്യാം, നേരെ കൊണ്ടുപോയി മാച്ച് ചെയ്യാം. 2000 എന്ത് നടന്നിട്ടുണ്ട്? UN മില്ലേനിയം ഡിക്ലറേഷൻ. ഇത് നമ്മൾ നേരത്തെ പഠിച്ച കാര്യമായതുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാം അല്ലേ. സോ C2 വരുന്ന കാര്യം മാത്രം നമ്മൾ എടുത്താൽ പോരെ, ബാക്കി നമുക്ക് സുഖമായിട്ട് വെട്ടിക്കൂടെ. C2 വരുന്നത് ഏത് മാത്രമാണ്? ഓക്കെ, ഞാൻ ഓപ്ഷൻ ഉണ്ടാക്കിയ പാളിച്ചാണെന്ന് തോന്നുന്നു. C2 വരുന്നത് 1 മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് വെട്ടാം. ചിലപ്പം ഇങ്ങനെയും പരീക്ഷയ്ക്ക് നമുക്ക് ലോട്ടറി അടിക്കാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് ലോട്ടറി അടിക്കാം. ഇതിൽ ഒറ്റ കാര്യം വെച്ച് ഞാൻ ഉത്തരം തന്നെ കണ്ടുപിടിച്ചു അല്ലേ. എന്താണ് C2 എന്ന കാര്യം നമുക്കറിയാം, UN മില്ലേനിയം ഡിക്ലറേഷൻ. ഞാൻ ഓപ്ഷൻ ഉണ്ടാക്കിയ മിസ്റ്റേക്ക് ആയിരിക്കാം. പരീക്ഷയ്ക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് സുഖമായിട്ട് നമുക്ക് കിട്ടാലും. എന്തായാലും ഒരു കാര്യം എന്താണ്, 1 മാത്രം വരുന്ന രീതിയിലുണ്ടാവും. സോ ഇവിടെ നമുക്ക് ഫോർച്യുനേറ്റ്ലി C2 2000 UN മില്ലേനിയം ഡിക്ലറേഷൻ ആണെന്നറിയാം. സോ അതാണ് ഇവിടെ ഉത്തരം വരുന്നത്. പിന്നെ എന്താണ്? A4 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അതായത് 1980 എന്താണ്? 1980 CE DAW ആണ് വരുന്നത്. അത് കൺവെൻഷൻ ഓൺ ദ എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗേൻസ്റ്റ് വുമൺ. ആ ഒരു കൺവെൻഷൻ നടന്ന 1980 ഇനി B1 1994 എന്താണ്? ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ പോപ്പുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. 1994 ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ പോപ്പുലേഷൻ ഡെവലപ്മെന്റ് നടന്നിട്ടുണ്ട്. ഇനി എന്താണ്? C2 2000 ഓൾറെഡി പറഞ്ഞു, UN മില്ലേനിയം ഡിക്ലറേഷൻ നടന്നിട്ടുണ്ട്. ഇനി 2006 ഡിയിൽ എന്താണ്? D3 അല്ലേ, യുണൈറ്റഡ് നാഷൻ കൺവെൻഷൻ ഓൺ ദ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്. ആ ഒരു കാര്യം കൂടെ അവിടെ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്തു വെച്ചാൽ മതി. സെറ്റാണല്ലോ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. 1980 നടന്നു. 1980 the convention on the elimination of all forms of discrimination against women, which Government of India signed in 1980 and ratified on 9th July 1980. 1980 വന്ന ഈ ഒരു കൺവെൻഷൻ എന്താണ്? 1993 ജൂലൈ 9 നമ്മുടെ കേരള ഗവൺമെന്റ്, കേരള അല്ല, ഇന്ത്യ ഗവൺമെന്റ് എന്താണ് റാറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യ 1980 ഒപ്പുവെച്ചെങ്കിലും ഇന്ത്യ അംഗീകരിക്കുന്ന 1993 അതിനുശേഷം 1990 എന്താണ് കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ചൈൽഡ് ദാറ്റ് കെയിം ഇൻ എഫക്ട് ഇൻ 1990. ബട്ട് നമ്മുടെ ഇന്ത്യ 1992 റാറ്റിഫൈ ചെയ്യുന്നു. ഓക്കെ, ആ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. 1993 ദ കോൺഫറൻസ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ് ഇൻ വിയന്ന 1993 വന്നിട്ടുണ്ട്. 1994 ഓക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ICPD അല്ലേ, B1 പറഞ്ഞിട്ടുണ്ട്. ദ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ പോപ്പുലേഷൻ ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഓർത്തേക്കണം. 1995 വേൾഡ് കോൺഫറൻസ് ഓഫ് വുമൺ ബീജിംഗിൽ വെച്ച് 1995 2000 UN മില്ലേനിയം ഡിക്ലറേഷൻ. ആ ഒരു കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് പോയാൽ മതി. ഓക്കെ, ആ ഒരു കാര്യങ്ങൾ ഇവിടുന്ന് ഓർത്തു വെച്ചാൽ മതി. 2006 യുണൈറ്റഡ് നാഷൻ കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്. ഇതൊക്കെ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും പറയാൻ വേണ്ടി നിൽക്കുന്നില്ല. 2015 യുണൈറ്റഡ് നാഷൻ എന്താണ് ഇയർ ഓഫ് ഗ്ലോബൽ ആക്ഷൻ ആയിട്ടും പ്രഖ്യാപിച്ചത്. സെറ്റാണുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു പോയാൽ മതി. ക്ലാസ്സിൽ ഞാൻ കൃത്യമായിട്ട് സമയം എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് മിഷൻ ശക്തി. മിഷൻ ശക്തിയുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദ്യം വന്നത്. ഓക്കെ, ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് എടുത്തു നോക്കിയാലോ. മിഷൻ ശക്തി is a scheme in mission mode aimed at strengthening intervention for women's safety, security and
എംപവർമെന്റ്. ആദ്യം വുമൺ ശക്തിയുടെ എയിമാണ് പറഞ്ഞത്. എന്താണ് വുമൺ ശക്തി? ഇസ് എ സ്കീം ഇൻ മിഷൻ മോഡ് എയിം അറ്റ് സ്ട്രെങ്തനിങ് ഇന്റർവെൻഷൻ ഫോർ വുമൺ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, സ്ത്രീ സുരക്ഷ അതുപോലെ തന്നെ സെക്യൂരിറ്റി എംപവർ, സ്ത്രീ ശാക്തീകരണത്തിനൊക്കെ വേണ്ടിയുള്ള ഒരു മിഷനാണെന്ന് ഒബ്ജക്റ്റീവ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ലോഞ്ച് ഡ്യൂറിംഗ് ദ 15th ഫിനാൻസ് കമ്മീഷൻ പീരീഡ് 2021-22. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സാമ്പൽ ആൻഡ് സ്ത്രീ ശക്തി ആർ 2 സബ് സ്കീംസ് ഓഫ് മിഷൻ ശക്തി. സാമ്പൽ ഈസ് ഫോർ സെക്യൂരിറ്റി ഓഫ് വുമൺ. ഇതിൽ ചോദ്യം എന്താണെന്നൊന്ന് ശ്രദ്ധിച്ചേക്കണം. ആദ്യം ഞാൻ പറയുന്ന കഴിഞ്ഞ ക്ലാസ് മുതലേ പറയുന്ന കാര്യമാണ്. ഇവിടെ റോങ് അതുപോലെ കറക്റ്റ് എന്നല്ല ആദ്യം നമ്മൾ മാർക്ക് ചെയ്യേണ്ട. ഇത് ശരിയാണോ തെറ്റാണോ, നമ്മളോട് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെന്നാണ് ചോദിക്കുന്നത് അല്ലേ. ഇവിടെ നമ്മളോട് എന്താണ് റോങ് അല്ലെങ്കിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത്. സോ ആദ്യം മിഷൻ ശക്തി തന്നു, അതിന്റെ എയിം തന്നു വുമൺ സേഫ്റ്റി സെക്യൂരിറ്റി ആൻഡ് എംപവർമെന്റ്. അതെന്താണ്? അത് ശരിയായുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ശരിയായുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അത് ശരിയായുള്ള സ്റ്റേറ്റ്മെന്റ്. നമുക്ക് റോങ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ശരിയായുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരമല്ല, അതുകൊണ്ട് ഞാൻ തെറ്റ് ക്ലോസ് ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? ലോഞ്ച് ഡ്യൂറിംഗ് 15th ഫിനാൻസ് കമ്മീഷൻ 2021-25, 2021-25 തൊട്ടിട്ട് 15th ഫിനാൻസ് കമ്മീഷൻ, അതും ശരിയാണ്, ആ സമയത്ത് തന്നെയാണ് ഇത് ലോഞ്ച് ചെയ്തത്. നെക്സ്റ്റ് എന്താണ്? സമ്പൽ ഈസ് ഫോർ സെക്യൂരിറ്റി ഓഫ് വുമൺ, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു ഉപ സ്കീമായിട്ട്, മിഷൻ ശക്തിയുടെ ഉപ സ്കീമാണ്, സബ് സ്കീമാണ് സമ്പൽ. അതിന്റെ ലക്ഷ്യം എന്താണ്? സെക്യൂരിറ്റി ഓഫ് വുമൺ ആണ്. ഇനി എന്താണ്? സമ്പൽ ആൻഡ് സ്ത്രീ ശക്തി. ഇവിടെ സ്ത്രീ ശക്തിയില്ല, മറിച്ച് മറ്റൊരു കാര്യമാണ് അവിടെ വരുന്നത്. ഓക്കെ, എന്താണ് സ്ത്രീ ശക്തിക്ക് പകരം അവിടെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്? സമർത്ഥ്യമാണ്. ഓക്കെ, സാമർത്ഥ്യമാണ്. സ്ത്രീ ശക്തിക്ക് പകരം എന്ത് വേണം? ഇവിടെ സാമർത്ഥ്യമാണ് നമ്മൾ ഉൾപ്പെടുത്തണം. ഓക്കെ, സാമർത്ഥ്യം അതുപോലെ സമ്പൽ, ഇത് രണ്ടുമാണ് മിഷൻ ശക്തിയുടെ രണ്ട് സ്കീമായിട്ട് ഉപപദ്ധതികളായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. അതിൽ സമ്പൽ എന്താണ്? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് വുമണും, സാമർത്ഥ്യ എംപവർമെന്റ് ഓഫ് വുമണുമാണ്. സോ മിഷൻ ശക്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായല്ലോ. വുമൺ സേഫ്റ്റി സെക്യൂരിറ്റി ആൻഡ് എംപവർമെന്റ് വേണ്ടിയിട്ടാണ് മിഷൻ ശക്തി വന്നത്. 15th ഫിനാൻസ് കമ്മീഷൻ പീരീഡ് 2021-25 ഈ ഒരു കാര്യം ലോഞ്ച് ചെയ്തത്. ദ നോംസ് ഓഫ് മിഷൻ ശക്തി വിൽ ബി അപ്ലിക്കബിൾ വിത്ത് എഫക്ട് ഫ്രം 1st April 2022, 2022 ഏപ്രിൽ 1 തൊട്ടിട്ടാണ് ഇതിന്റെ കാര്യങ്ങൾ എന്താണ് ആപ്ലിക്കബിൾ ആയിട്ട് അല്ലെങ്കിൽ കെയിം ഇൻ ടു എഫക്ട് ഉണ്ടായിരുന്നത്. അതുകൂടെ അവിടെ നിന്ന് ഓർത്ത് വെക്കണം. രണ്ട് ഉപ സ്കീം എന്താണ്? സമ്പൽ, അതെന്തിനു വേണ്ടിയിട്ടാണ്? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് വുമൺ ആണ്. സാമർത്ഥ്യം എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ എംപവർമെന്റ് ഓഫ് വുമൺ. ആ ഒരു കാര്യം കൂടെ അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? The inclusive development approach of the UNDP to achieve Millennium Development Goals. Millennium Development Goals നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ. സോ അതിന് വേണ്ടിയിട്ട് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി, എല്ലാവരെയും ഉൾക്കൊള്ളിക്കൊണ്ടുള്ള വികസനത്തിലേക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ UNDP ആവിഷ്കരിച്ച മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ വായിച്ചു നോക്കാം. ക്രിയേറ്റിംഗ് പ്രൊട്ടക്റ്റീവ് ആൻഡ് ഗെയിൻഫുൾ എംപ്ലോയ്മെന്റ്. രണ്ടാമത്തെ ഓപ്ഷൻ ബിൽഡിംഗ് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് സേഫ്റ്റി നെറ്റ്സ്. മൂന്നാമത്തെയാണ് എൻഹാൻസിങ് പബ്ലിക് സർവീസസ്. നാലാമത്തെയാണ് എക്സിക്യൂട്ടിംഗ് വെൽ ഡിസൈൻഡ് ഫിസ്ക്കൽ പോളിസീസ്. ഓക്കെ, ഈ പറഞ്ഞതിൽ 1, 2, 4 ആണോ അല്ലെങ്കിൽ എല്ലാം വരുന്നുണ്ട് എന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? എല്ലാം വരുന്നുണ്ട്. അതായത് ഈ പറയുന്ന 4 കാര്യം എന്താണ്? ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് UNDP കൊണ്ടുവന്ന ലക്ഷ്യങ്ങളാണ്. ക്രിയേറ്റീവ്, പ്രൊഡക്റ്റീവ് ആൻഡ് ഗെയിൻഫുൾ എംപ്ലോയ്മെന്റ്. എല്ലാവർക്കും എന്താണ്? തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ ബിൽഡിംഗ് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് സോഷ്യൽ സേഫ്റ്റി നെറ്റ്സ്. അതുപോലെ എൻഹാൻസിങ് പബ്ലിക് സർവീസസ്, എക്സിക്യൂട്ടിംഗ് വെൽ ഡിസൈൻഡ് ഫിസ്ക്കൽ പോളിസി ഒക്കെ എന്താണ് ഈ ലക്ഷ്യമായിട്ട് നമുക്ക് പറയാം അല്ലേ. ദ 4 ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് അപ്രോച്ച് ഓഫ് UNDP അച്ചീവ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് UNDP യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം കൊണ്ടുവന്ന 4 ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് അപ്രോച്ച് ഏതൊക്കെയാണ്? ക്രിയേറ്റിംഗ് പ്രൊഡക്റ്റീവ് ആൻഡ് ഗെയിൻഫുൾ എംപ്ലോയ്മെന്റ് അല്ലേ. എന്താണ് പ്രൊഡക്റ്റീവ് അതുപോലെ ഗെയിൻഫുൾ ആയുള്ള തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. രണ്ടാമത്തെയാണ് ബിൽഡിംഗ് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് സോഷ്യൽ സേഫ്റ്റി നെറ്റ്സ് ടു പ്രൊട്ടക്ട് ദോസ് ഹൂ കനോട്ട് വർക്ക് ഓർ ഹൂ ഏൺ ടു ലിറ്റിൽ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? എൻഹാൻസിങ് പബ്ലിക് സർവീസ് അല്ലെ, പൊതു സേവനങ്ങൾ എന്താണ് ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യുക. അതുപോലെ വെൽ ഡിസൈൻഡ് ഫിസ്ക്കൽ പോളിസീസ് ആവിഷ്കരിക്കുക. ഈ 4 കാര്യങ്ങളാണ് ലക്ഷ്യം. 4 അവിടെ പഠിച്ചു വെച്ചു. ഇനിയും ചോദ്യങ്ങളായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് എന്താണ്? നോ കൾച്ചർ can live if it attempts to be exclusive set by. എന്തായാലും നമുക്ക് എന്താണ് ഒരു കോട്ട് പരീക്ഷകൾ പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിൽ കാണാറുണ്ട്. പൊതുവെ എന്താണ് ഡിഗ്രി മെയിൻസിനൊക്കെ കാണുന്നൊരു കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സ് എടുത്ത് തന്നിട്ട് അത് ആര് പറഞ്ഞതാണെന്ന് ചോദ്യം വരും. അതിപ്പം കൺസെപ്റ്റ് ഓഫ് ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് തന്നെ വരണം നിർബന്ധമില്ല, എവിടുന്ന് വേണമെങ്കിലും തരാം. സോ നോ കൾച്ചർ ക്യാൻ ബി ലിവ്ഡ് ഇഫ് ഇറ്റ് അറ്റംപ്റ്റ്സ് ടു എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനും എന്താണ് കുറച്ച് പേര് ഒഴിവാക്കിക്കൊണ്ടുള്ള വികസനം ലക്ഷ്യമാക്കാൻ വേണ്ടി സാധിക്കത്തില്ല അല്ലെങ്കിൽ വികസനത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞത് ആരാണ്?
ഗാന്ധിജിയാണോ, ജവഹർലാൽ നെഹ്റു ആണോ, ആദം സ്മിത്ത് ആണോ, ആൽഫ്രഡ് മാർഷലാണോ? ഇവിടെ ഉത്തരം എന്താണ്? മഹാത്മാഗാന്ധിയാണ് ഈ ഒരു കാര്യം പറഞ്ഞല്ലേ. മഹാത്മാഗാന്ധി, ദ ഫാദർ ഓഫ് നേഷൻ, the great visionary of the 20th century, also observed no culture can live if it attempts to be exclusive. അതായത് സൊസൈറ്റിയിൽ 100 പേരുണ്ടെങ്കിൽ അതിൽ 10 പേരെ ഒഴിവാക്കിയിട്ട് 90 പേരുടെ വികസനത്തിന് മാത്രം നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ് നമുക്ക് യഥാർത്ഥ വികസനം ലഭ്യമാവത്തില്ല എന്ന് പറയാൻ വേണ്ടി സാധിക്കും അല്ലേ. അവിടെ എന്താണ് 100 പേരുണ്ടെങ്കിൽ 100 പേരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് ആയിരിക്കണമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ആദം സ്മിത്തും ഇതുപോലൊരു കാര്യം പറഞ്ഞിട്ട് എന്താണെന്ന് അറിയാമോ? വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞതാണ്, നോ സൊസൈറ്റി ക്യാൻ ഷ്യൂർലി ബി ഫ്ലറിഷിംഗ് ആൻഡ് ഹാപ്പി ഓഫ് വിച്ച് ബൈ ഫാർ ദ ഗ്രേറ്റർ പാർട്ട് ഓഫ് ദ നമ്പർ ആൻഡ് ആർ പോർ ആൻഡ് മിസറബിൾ. അതായത് ഒരു സൊസൈറ്റിക്ക് എന്താണ്, ആ സൊസൈറ്റിയിൽ കൂടുതൽ ആളുകൾ പട്ടിണി പാവങ്ങളായിട്ട് തുടരുന്നുണ്ടെങ്കിൽ ആ ഒരു സൊസൈറ്റി ഡെവലപ്ഡ് ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ 100 പേരുള്ള ഒരു സൊസൈറ്റി ആണെങ്കിൽ അവിടെ 10 പേര് മാത്രമേ ധനികർ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ജീവിതം ആസ്വദിക്കുന്നുള്ളൂ. ബാക്കി 90 പേരും എന്താണ് പട്ടിണി പാവങ്ങളാണെങ്കിൽ ഒരിക്കലും ആ ഒരു സൊസൈറ്റി ഡെവലപ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. ആദം സ്മിത്ത് പറഞ്ഞ കാര്യമൊക്കെ NCERT ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു പറഞ്ഞതുകൊണ്ട് അതുപോലെ ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മളും അതുപോലെ പഠിച്ചു വെക്കേണ്ടതായിട്ട് വരും. സെറ്റാണല്ലോ ഒരു കാര്യം. നെക്സ്റ്റ് ചോദ്യമാണ്, ബേസ്ഡ് ഓൺ ദിസ് 2009-2010 ദ പോവേർട്ടി ലൈൻ വാസ് ഡിഫൈൻഡ് ഫോർ റൂറൽ ഏരിയാസ് ആസ് കൺസപ്ഷൻ വർത്ത് ഡാഷ് പെർ പേഴ്സൺ എ മന്ത് ആൻഡ് ഫോർ അർബൻ ഏരിയാസ് ഇറ്റ് വാസ്. അതായത് ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. 2009-2010 പോവേർട്ടി ലൈൻ പ്രകാരം ഒരു വ്യക്തി റൂറൽ ഏരിയയിലാണ് ജീവിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് ഒരു മാസം മിനിമം കിട്ടിയിരിക്കേണ്ട എമൗണ്ടും അല്ലെങ്കിൽ ഒരു മാസം ജീവിച്ചു പോകാൻ പോവേർട്ടി ലൈനിൽ നിന്ന് മുകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ഇല്ലെങ്കിൽ പോവേർട്ടി ലൈനിൽ താഴോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് എത്രയാണ്, അതിപ്പം റൂറലിൽ എത്രയാണ്, അർബനിൽ എത്രയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി BPL ആണോ അല്ലെങ്കിൽ ഒരു വ്യക്തി APL ആണോ എന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈന് റൂറൽ ആണെങ്കിൽ എത്ര രൂപയാണ്, അർബൻ ആണെങ്കിൽ എത്ര രൂപയാണെന്ന രീതിയിലാണ് ചോദ്യം വന്നത്. 473, 660 റൂറലിൽ. ഒന്നാമത്തത് നമ്മൾ റൂറലാണ് കൊടുത്തത്, റൂറൽ. രണ്ടാമത്തെ 60 ആണല്ലോ, 473, 660 വന്നിട്ടുണ്ട്. 573, 760 വന്നിട്ടുണ്ട്. 673, 860 വന്നിട്ടുണ്ട്. 773, 960. ഇതിലേതാണ് ശരി എന്ന രീതിയിലാണ് നമ്മളോട് ചോദ്യം വന്നുള്ളത്. സൂത്രം എന്താണ്? 673, 860 ആണല്ലേ. സോ എന്താണ് 2009-2010 കണക്ക് പ്രകാരം റൂറൽ ഏരിയയിൽ ജീവിക്കുന്ന ആളുകൾ ഈ ഒരു പോവേർട്ടി ലൈനിൽ 673 രൂപയുടെ മുകളിൽ വാങ്ങുന്ന ആളുകളാണ് ഒരു മാസമെങ്കിൽ അവർ എബോ പോവേർട്ടി ലൈനും, ഇനി അതിൽ താഴെയാണെങ്കിൽ ബിലോ പോവേർട്ടി ലൈനുമാണ്. ഇനി അർബൻ ഏരിയ ആണെങ്കിൽ അതെന്താണ്, അത് 860 നിജപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. ആ രീതിയിലൊന്ന് ഓർത്തു വെച്ചാൽ മതി. ഇതെന്താണ് കലോറി നോംസിലും വരുന്നുണ്ട്. കലോറി നോംസ് നോക്കിക്കഴിഞ്ഞാൽ റൂറൽ ഏരിയ ആണെങ്കിൽ 2400 കലോറീസും അർബൻ ഏരിയ ആണെങ്കിൽ 2100 കലോറീസും പറയുന്നുണ്ടല്ലേ. അതുപോലെ എന്താണ് റൂറൽ ഏരിയയിൽ 673 രൂപ പെർ മന്ത് എന്താണ് ജീവിക്കാൻ വേണ്ടിയിട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ പോവേർട്ടി ലൈനിന് മുകളിലായിട്ടും വരും. ഇനി അതിൽ താഴെയാണെങ്കിൽ പോവേർട്ടി ലൈനിന് താഴെയാണെന്നും ഇനി അർബൻ ഏരിയ ആണെങ്കിൽ 860 രൂപയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. പോവേർട്ടി ലൈനുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഇവിടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് ദ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാംസ് ഇനീഷ്യേറ്റീവ് സ്കീംസ് ഒക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടല്ലേ. അതിൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ, ഇവിടെ കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദ്യം. ഒന്നാമത് അതിന്റെ എയിമാണ്, ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമിന്റെ എയിം തന്നിട്ടുണ്ട്. അതെന്താണ്, അത് ശരിയാണോ തെറ്റാണെന്നാണ് വായിച്ച് മനസ്സിലാക്കുന്നത്. ഇറ്റ് വാസ് നാഷൻ വൈഡ് ടു എൻലാർജ് ദ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ടു പൂറർ സെക്ഷൻ ഓഫ് ദ കമ്മ്യൂണിറ്റി ലിവിംഗ് ഇൻ ദ റൂറൽ ഏരിയ. റൂറൽ ഏരിയയിൽ ജീവിക്കുന്ന പട്ടിണി പാവങ്ങൾക്ക് എന്താണ് തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം വന്നതെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്, ലോഞ്ച് ഇൻ ഏപ്രിൽ 1977, 1970 ഏപ്രിലാണ് ലോഞ്ച് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഇനി ഇതിന്റെ ഇംപ്ലിമെന്റ് ഏജൻസി മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആണെന്ന് പറയുന്നുണ്ട്. അവസാനത്തെയാണ് ഇൻ 2006 ദിസ് പ്രോഗ്രാം വാസ് അബ്സോർബ്ഡ് ഇൻ ടു നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. നമ്മുടെ MGNRG ആക്ടിൽ ആ ഒരു ആക്ടിലേക്ക് ലയിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. സോ ഇതിൽ ഒന്ന് മാത്രമാണോ അല്ലെങ്കിൽ ഈ 4 ശരിയാണോ? ഇത് സാധാരണ എന്താണ് 1, 2, 3 എന്നാണ് തരുന്നത്. ഞാനിവിടെ ഓൾ ഓഫ് ദ എബവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഉത്തരം ഓൾ ഓഫ് ദ എബവ് ആണ്. ഈ പറഞ്ഞതെല്ലാം എന്താണ് ശരിയാണ്. ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം നമ്മൾ നോക്കുകയാണെങ്കിൽ എയിം എന്താണ്, എയിം എന്ന് പറയുമ്പോൾ നാഷൻ വൈഡ് ടു എൻലാർജ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ടു പുവർ സെക്ഷൻ ഓഫ് ദ കമ്മ്യൂണിറ്റി ലിവിംഗ് ഇൻ ദ റൂറൽ ഏരിയ. റൂറൽ ഏരിയയിൽ ജീവിക്കുന്ന പട്ടിണി പാവങ്ങളുടെ എന്താണ് ഒരു വികസനം അല്ലെങ്കിൽ അവരുടെ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വന്നിട്ടുണ്ടായിരുന്നത്. ലോഞ്ച് ഇയർ ചോദിച്ചാൽ 1977 ആണ്, 1977 ലോഞ്ച് ഇയർ. ഇംപ്ലിമെന്റിംഗ് ഏജൻസി ഏതാണ്? ആദ്യ കാലഘട്ടങ്ങളിൽ യൂണിയൻ മിനിസ്ട്രി ഓഫ് റൂറൽ കൺസ്ട്രക്ഷൻ എന്നറിയപ്പെട്ടതും പിന്നീട് 1982 ജനുവരി 23 നമ്മൾ എന്താണ് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എന്ന് റീനെയിം ചെയ്യപ്പെട്ട മിനിസ്ട്രിയുമാണല്ലേ. ദ സ്കീം പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ഫോർ എംപ്ലോയ്മെന്റ് ആൻഡ് റേസിംഗ് ദർ ഇൻകം ആൻഡ് ന്യൂട്രീഷൻ ലെവൽസ്. ആ രീതിയിൽ എന്താണ് ഫുഡ് ഫോർ വർക്ക് നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് തൊഴിൽ നൽകുന്ന രീതിയിൽ 2006 എന്താണ് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ടുമായിട്ട് ഇത്
ലയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെച്ചോളൂ. നെക്സ്റ്റ് എന്താണ്? ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ്. എന്താണ്? തെറ്റായ സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞത്. ചോദ്യം കൃത്യമായിട്ട് വായിക്കണം. ശരിയാണോ തെറ്റാണോ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത് എന്താണെന്ന് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കണം. ഒന്നാമത്തെ എന്താണ്? ഇൻ കേരള കോട്ടയം വാസ് ദ ബെസ്റ്റ് പെർഫോമർ വിത്ത് നോ വൺ ഐഡന്റിഫൈഡ് ആസ് എ മൾട്ടി ഡയമെൻഷനലി പുവർ. ഒന്നാമത്തെ എന്താണ്? കേരളത്തിന് മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ബെസ്റ്റ് കേരളമാണ്. കേരളത്തിൽ ഒരാൾ പോലും മൾട്ടി ഡയമെൻഷനലി പോവേർട്ടി അല്ലെങ്കിൽ എന്താണ് മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ഒന്നിലധികം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പട്ടിക പ്രശ്നങ്ങൾ വരുന്നതാണ്. സോ കോട്ടയത്ത് 0% ആണെന്ന് പറഞ്ഞത് കറക്റ്റ് ആണല്ലേ. സോ നെക്സ്റ്റ് എന്താണ്? വയനാട് വിത്ത് 3.48% ഹാസ് ഹയസ്റ്റ് പെർസെന്റ് ഓഫ് മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി. നമ്മുടെ മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി നോക്കുകയാണെങ്കിൽ ഓക്കെ, സാധാരണ പോവേർട്ടിയിൽ മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി നോക്കുകയാണെങ്കിൽ അത് ലീഡിംഗ് ആയിട്ട് വരുന്ന വയനാടാണ്. വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ മൾട്ടി ഡയമെൻഷൻ പോവേർട്ടി കേരളത്തിലുള്ളത്. 3.48% ശരിയാണ്. നെക്സ്റ്റ് എന്താണ്? പോവേർട്ടി ഇൻ കേരള റെഡ്യൂസ്ഡ് ഫ്രം 59.79% in 1973-74 to 11.3% in 2011-12. അതായത് 1973-74 കേരളത്തിൽ 59% മേലെ പോവേർട്ടി ഉണ്ടായിരുന്നത് 2011-12 11% കുറച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അതും കണക്ക് പ്രകാരം ശരിയാണ്. നെക്സ്റ്റ് എന്താണ്? അഗതിരഹിത കേരളം ആൻഡ് ദ എക്സ്ട്രീം പോവേർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം ആർ ദ 2 സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കീംസ് ടു അഡ്രസ് ദ ഇഷ്യൂ ഓഫ് എക്സ്ട്രീം പോവേർട്ടി. അതും ശരിയാണല്ലേ. എക്സ്ട്രീം പോവേർട്ടി ഇഷ്യൂസ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊണ്ടുവന്ന 2 പദ്ധതിയാണ് അഗതിരഹിത കേരളവും അതുപോലെ എക്സ്ട്രീം പോവേർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം. സോ എന്താണ്? ഞാൻ പറഞ്ഞ 4 കാര്യം ശരിയാണല്ലേ. നമ്മളോട് എന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചത്. സോ ഇവിടെ എന്താണ്? നൺ ഓഫ് ദ എബോവ്. ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് പോലും ഇല്ലല്ലേ. സോ ഉത്തരം എന്താണ്? നൺ ഓഫ് ദ എബോവ് ആണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇതിന്റെ കാര്യങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ഒഫീഷ്യൽ ഫിഗേഴ്സ് ദ അബ്സല്യൂട്ട് പോവേർട്ടി റേഷ്യോ ഇൻ കേരള ഹാസ് ഷോൺ എ ഷാർപ്പ് റിഡക്ഷൻ ഓവർ ദ 40 years. കഴിഞ്ഞ 40 വർഷം 1970 തൊട്ട് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടല്ലേ. അത് എത്ര കുറഞ്ഞിട്ടുണ്ട്? 59.79% 2011-12 11.3% കുറഞ്ഞിട്ടുണ്ട്. മൾട്ടി ഡയമെൻഷൻ പോവേർട്ടി കോട്ടയത്ത് 0% ആണ്. എന്നാൽ മൾട്ടി ഡയമെൻഷൻ പോവേർട്ടി വയനാട് എന്താണ്? 3.48% ഉണ്ട്. അതുകൂടെ ഒന്ന് ഓർത്തു വയ്ക്കണം. ആ നാഷണൽ ആവറേജിന് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? കേരളത്തിൽ വളരെ കുറവാണ്. നാഷണൽ ആവറേജ് 14.96% പോവേർട്ടി ഉണ്ടാകുമ്പോൾ കേരളത്തിൽ അത് വെറും 0.55% മാത്രമാണ്. അതുപോലെ അഗതിരഹിത കേരളവും അതുപോലെ തന്നെ ദ എക്സ്ട്രീം പോവേർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം ഒക്കെ ഒന്ന് ഓർത്തു വയ്ക്കണം. നെക്സ്റ്റ് എന്താണ്? ഐഡന്റിഫൈ റോങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്. റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് 2016 ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദ്യം. റോങ് എന്നാണ് നമ്മളോട് ചോദിച്ചല്ലേ. റോങ് സ്റ്റേറ്റ്മെന്റ്. This act replaced a person with the disabilities, equal opportunities, protection of rights and full participation act 1993. 1993 ആക്ടിനെ റീപ്ലേസ് ചെയ്തു എന്നാണ് പറയുന്നത്. 93 ആക്ട് ആണോ എന്ന് നമുക്കൊന്ന് പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, 93 ആക്ട് ആണോ എന്ന് ഡൗട്ട് ഉണ്ടല്ലേ. നെക്സ്റ്റ് എന്താണ്? ദ ആക്ട് റെക്കഗ്നൈസ് 25 ടൈപ്സ് ഓഫ് ഡിസബിലിറ്റീസ്. 25 തന്നെയാണോ എന്നും ഡൗട്ട് ഉണ്ട്. നെക്സ്റ്റ് എന്താണ്? ഇറ്റ് ഫുൾഫിൽസ് ദ ഒബ്ലിഗേഷൻ ടു യുണൈറ്റഡ് നാഷൻ കൺവെൻഷൻ ഓഫ് റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് 2006. 2006 വന്ന UN-ന്റെ റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ആക്ട് വന്നതെന്ന് പറയുന്നുണ്ട്. അത് കറക്റ്റ് ആയുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. സോ ഇവിടെ എന്താണ്? ബോത്ത് എ ആൻഡ് ബി. അതായത് 1993 ആക്ട് വന്നത്. അതുപോലെ ഈ ഒരു ആക്ട് പ്രകാരം 25 ടൈപ്പ് ഓഫ് ഡിസബിലിറ്റീസും ഇല്ല. പിന്നെന്താണ്? ഈ ഒരു ആക്ട് വന്നത് 1995 ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ്. അതുപോലെ 25 അല്ല 21 ടൈപ്പ് ഓഫ് ഡിസബിലിറ്റീസ് മാത്രമാണ് ഈ ഒരു ആക്ടിൽ പറയുന്നത്. മുൻപുണ്ടായിരുന്ന 1995 7 ടൈപ്സ് ഉണ്ടായിരുന്നത് അത് 2006 റീപ്ലേസ് ചെയ്തപ്പോൾ 21 മാറിയിട്ടുണ്ട്. ദ ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ ഏപ്രിൽ 2017 ആൻഡ് റീപ്ലേസ്ഡ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഫുൾ പാർട്ടിസിപ്പേഷൻ ആക്ട് 1995 വിച്ച് കൺസിഡർ ഇൻഅഡീക്വേറ്റ് ആൻഡ് ഔട്ട്ഡേറ്റഡ് ഇൻ അഡ്രസ്സിംഗ് ദ നീഡ്സ് ഓഫ് ചലഞ്ചിങ് പേഴ്സൺ. ഓക്കെ, ആ രീതിയിൽ ഓർത്ത് വെക്കണം. ഇറ്റ് ഫുൾഫിൽസ് ഒബ്ലിഗേഷൻ ഓഫ് 2016 ആക്ട് 2017 വന്ന കാര്യമാണ് പറഞ്ഞത്. UN-ന്റെ ആ ഒരു കൺവെൻഷൻ 2006 കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. 21 ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി ആണ്. നമ്മൾ പറഞ്ഞത് 25 ആയിരുന്നു അല്ലേ. മുൻപ് 7 ടൈപ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. ജസ്റ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? മാച്ച് ദ ഫോളോയിങ് ആണ്. 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഗരുണ്ട, നിരാമയ, ദിശ, സമർത്ഥ്. ഇത് മാച്ച് ദ ഫോളോയിങ് എന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. ഗരുണ്ട എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിരാമയ, ദിശ, സമർത്ഥ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഓരോന്ന് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം അല്ലേ. ദിശ എന്ന് പറയുന്ന സ്കീം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏർലി ഇന്റർവെൻഷൻ ആണ്. അതായത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് നാഷണൽ ട്രസ്റ്റ് ആക്ട് പ്രകാരം അവരെന്താണ് വളരെ വേഗത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദിശ സ്കീം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, C1 ആണെന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. സോ C1 വരുന്നത് ഏതൊക്കെയാണുള്ളത്? C1 വരുന്നത് 1 മാത്രമേ ഉള്ളൂ അല്ലേ. C1 വരുന്നത് D മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? തെറ്റാണ് നമുക്ക്
പറയാൻ വേണ്ടി സാധിക്കും. സോ ഇവിടെ എന്താണ് ദിശ എന്ന് പറയുന്ന ആ ഒരു സ്കീം മാത്രം ഓർത്ത് വയ്ക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുമായിരുന്നു അല്ലേ. സോ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്താണ് ഗറുണ്ട സ്കീം എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഹോം ഫോർ അഡൽട്സ് ആണ്. ദിസ് സ്കീം ഗ്യാരണ്ടീസ് എ സെക്യൂർ ഹോം ആൻഡ് ലൈഫ് ലോങ് ക്വാളിറ്റി കെയർ സർവീസ് അണ്ടർ ദ നാഷണൽ ട്രസ്റ്റ് ആക്ട്. നാഷണൽ ട്രസ്റ്റ് ആക്ടിന്റെ അണ്ടറിൽ എന്താണ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസിനൊക്കെ ഒരു സെക്യൂർ ആക്റ്റും കാര്യങ്ങളൊക്കെ എന്താണ് സെക്യൂർ ഹോമും അതുപോലെ തന്നെ ക്വാളിറ്റി ലൈഫും കാര്യങ്ങളൊക്കെ നൽകുകയാണ്. ഓട്ടിസം, സെർബ്രൽ പാൾസി, മെന്റൽ റിട്ടാർഡേഷൻ, മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് എന്ന രീതിയിലുള്ള 18 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് ഈ ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ബെനിഫിഷ്യറീസ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് നിരാമയാണ്. ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്, ഇൻഷുറൻസ് ആണല്ലേ. സോ ഇറ്റ് ഓഫേഴ്സ് അപ് ടു 1 lakh കവറേജ് ഫോർ ഇൻഡിവിജ്വൽ വിത്ത് ഡിസബിലിറ്റീസ് കവറിംഗ് OPD ട്രീറ്റ്മെന്റ്, മെഡിസിൻസ്, ചെക്കപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് 1 ലക്ഷം രൂപ വരെ. നിരാമയ എന്താണ് 1 ലക്ഷം രൂപ വരെയുള്ള ആ ഒരു കാര്യം അല്ലേ. B3 എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. A4 ഗരുണ്ട് എന്താണ് സെക്യൂർ ഹോം, A4 എന്ന രീതിയിൽ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ദിശ ഓൾറെഡി പറഞ്ഞു അല്ലേ. സ്കൂളുകൾ എന്താണ് നേരത്തെ തന്നെ ഇത്തരത്തിൽ ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ഇനീഷ്യേറ്റീവാണ്, സ്കീമാണ്. സ്കൂൾ ട്രെയിനിങ് സ്കീംസ് ആയിട്ടും പറയുന്നുണ്ട്. 0 തൊട്ടിട്ട് 10 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇതിന്റെ എലിജിബിൾ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് സമർത്ഥ റെസ്പൈറ്റ് കെയർ ആണല്ലേ. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്കീം ഇസ് ടു പ്രൊവൈഡ് റെസ്പൈറ്റ് ഹോം ഫോർ ഓർഫാൻസ് ആൻഡ് അബാൻഡൻ physical person with disabilities, families in crisis and also person with disabilities from BPL families. ഇത്രയും വിഭാഗങ്ങൾക്ക് എന്താണ് ഉപേക്ഷിക്കപ്പെട്ട വിഭാഗങ്ങൾ, BPL ഫാമിലീസിൽ വരുന്ന PWDs. സോ ഇവർക്കൊക്കെ എന്താണ് വീടുകൾ, ആശ്രയ ഭവനങ്ങൾ വെച്ച് നൽകാനുള്ള പദ്ധതിയാണ് സമർത്ഥ എന്ന് പറയുന്നത്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. ഓക്കെ ആണല്ലേ. ആ ഒരു കാര്യങ്ങളൊന്ന് മാച്ച് ചെയ്താൽ മതി. ഇനിയും കാര്യങ്ങളുണ്ട്, നമ്മൾ ക്ലാസ് ചർച്ച ചെയ്ത കാര്യങ്ങളുണ്ട്, ഒരുപാടുണ്ട്. ജസ്റ്റ് അതിന് 4 കാര്യങ്ങൾ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് എന്താണ് ഐഡന്റിഫൈ ദ സ്കീംസ് ഇംപ്ലിമെന്റഡ് ബൈ ദ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഫോർ ഡിഫറെന്റ്ലി ഏബിൾഡ് പേഴ്സണിന് വേണ്ടിയിട്ട് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ലോഞ്ച് ചെയ്ത സ്കീം ഏതൊക്കെയെന്നാണ് ചോദ്യം. ആശ്വാസകിരണം, അനുയാത്ര, ശ്രുതി തരംഗം, ഓൾ ഓഫ് ദി. ഈ പറഞ്ഞതെല്ലാം എന്താണ് നമ്മുടെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ സ്കീംസ് ആണല്ലേ. ആശ്വാസകിരണമായാലും അനുയാത്രയായാലും ശ്രുതി തരംഗം ഒക്കെ എന്താണ് അവരുടെ സ്കീമാണ്. ഓരോന്നും ഞാൻ തന്നിട്ടുണ്ട്. ആശ്വാസകിരണം എന്താണ് envisage assisting the caregivers of physically and mentally disabled bedridden patient who are their family member or its relatives. ഇത്തരത്തിൽ എന്താണ് ആശ്വാസകിരണ സ്കീമിലൂടെ കെയർ ഗിവേഴ്സിനാണ് സഹായം നൽകുന്നത് അല്ലേ. ബെഡ് റിഡൺ ആയിട്ടുള്ള പേഷ്യൻസ്, മെന്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസിനൊക്കെ എന്താണ് കെയർ നൽകുന്ന അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ആശ്രയങ്ങൾ നൽകുന്ന ആളുകൾക്കാണ് സഹായകരമായിട്ട് ഈ ഒരു സ്കീം നൽകുന്നത്. 600 രൂപയാണ് ഓരോ മാസം എന്താണ് കെയർ ഗീവേഴ്സിന് നൽകുന്നത്. നെക്സ്റ്റ് എന്താണ് അനുയാത്രയാണ്. അനുയാത്ര envisages to comprehensive ലൈഫ് സൈക്കിൾ അപ്രോച്ച് ടു ഡിസബിലിറ്റി മാനേജ്മെന്റ്. അതായത് എയിംസ് ടു റെഡ്യൂസിങ് ദ ബാരിയേഴ്സ് ഇൻ പാത്ത് ഓഫ് ഡിഫറെന്റ്ലി ഏബിൾഡ് പേഴ്സൺ. ഏതെങ്കിലും രീതിയിൽ ഡിഫറെന്റ്ലി ഏബിൾഡ് പേഴ്സൺസ് എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇപ്പോൾ പലപ്പോഴും എന്താണ് നമ്മൾ ഡിഫറെന്റ്ലി ഏബിൾഡ് പേഴ്സൺസിന് എന്താണ് കൂടെ സഞ്ചരിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ബീച്ച്, പാർക്ക്, അവർക്ക് ഫ്രണ്ട്ലി ആയുള്ള ബീച്ചും പാർക്കൊക്കെ വരുന്നുണ്ടല്ലേ. സോ ആ ഒരു കാര്യങ്ങളാണ് അനുയാത്രയുടെ ലക്ഷ്യം വെക്കുന്നത്. നെക്സ്റ്റ് ശ്രുതിതരംഗം പരീക്ഷയ്ക്ക് ഒരുപാട് തവണ വന്നിട്ടുണ്ട്. കോക്ലിയർ ഇംപ്ലിമെന്റേഷൻ സ്കീമാണല്ലേ. 0 തൊട്ടിട്ട് 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ് ഫ്രീ ആയിട്ട് കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ് എക്സ്പാൻഡ് സാക്രഡ് പോർട്ടൽ ഫോർ എൽഡേർലി. സാക്രഡ് പോർട്ടൽ ഫോർ എൽഡേർലി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൽ സാക്രഡിന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ചോദ്യങ്ങൾ ഒരുപാടുണ്ട് നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ സ്ലൈഡിലൊക്കെ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ക്ലാസ്സിൽ ഓൾറെഡി നമ്മൾ വളരെ സമയമെടുത്ത് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. സോ സാക്രഡ് എന്താണ് സീനിയർ എയ്ഡഡ് സിറ്റിസൺ ഫോർ റൈറ്റ് എംപ്ലോയ്മെന്റ് ആൻഡ് ഡിജിനിറ്റി ആണോ, സീനിയർ ഏബിൾ സിറ്റിസൺ ഫോർ റൈറ്റ് എംപ്ലോയ്മെന്റ് ഇൻ ഡെവലപ്മെന്റ് ആണോ, സീനിയർ ഏബിൾ സിറ്റിസൺ ഫോർ റീ എംപ്ലോയ്മെന്റ് ഇൻ ഡെവലപ്മെന്റ് ആണോ, സീനിയർ ഏബിൾ സിറ്റിസൺ ഫോർ റീ എംപ്ലോയ്മെന്റ് ഇൻ ഡിജിനിറ്റി ആണോ? എന്താണ് ഉത്തരം? സീനിയർ ഏബിൾ സിറ്റിസൺ ഫോർ റീ എംപ്ലോയ്മെന്റ് ഇൻ ഡിജിനിറ്റി ആണ്. ഓക്കെ, ഇവിടെ എന്താണ് ഡിജിനിറ്റി, റീ എംപ്ലോയ്മെന്റ്, ഈ 2 കാര്യം നമ്മൾ പഠിച്ചു വെച്ചാൽ സീനിയർ ഏബിൾ സിറ്റിസൺ ഫോർ റീ എംപ്ലോയ്മെന്റ് ഡിജിനിറ്റി ആണ് വരുന്നത്. സാക്രഡിന്റെ ഫുൾ ഫോം എന്താണ്? സീനിയർ ഏബിൾ സിറ്റിസൺ ഫോർ റീ എംപ്ലോയ്മെന്റ് ഡിജിനിറ്റി ആണ്. ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഓൺലൈൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ഫോർ സീനിയർ സിറ്റിസൺ സീക്കിംഗ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, ഇത്തരത്തിൽ എന്താണ് തൊഴിലവസരങ്ങൾ ആഗ്രഹിക്കുന്ന, ഇനിയും ജോലി ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് അവർക്ക് വേണ്ടി മാത്രമായിട്ടൊരു തൊഴിൽ പ്ലാറ്റ്ഫോം അല്ലേ, നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം വരെ അവർക്ക് മാത്രമായിട്ട് മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് മാത്രമായിട്ടൊരു പ്ലാറ്റ്ഫോം കൊണ്ടുവന്ന് അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ജോലികൾ ഇതിലൂടെ നൽകുന്നതായിരിക്കും. അതുകൂടെ ഒന്ന് ഓർത്തു വയ്ക്കണം. നെക്സ്റ്റ് എന്താണ് ഐഡന്റിഫൈ ദ പാർട്സ് ഓഫ് UN വുമൺ. UN വുമണിന്റെ
പാർട്ടായിട്ടുള്ള കാര്യങ്ങൾ 4 പാർട്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. സോ അതിൽ 4 ഏതൊക്കെയാണ്? ഡിവിഷൻ ഫോർ അഡ്വാൻസ്മെന്റ് ഓഫ് വുമൺ ഉണ്ടോ? ഇന്റർനാഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്വാൻസ്മെന്റ് ഓഫ് വുമൺ ഉണ്ടോ? ഓഫീസ് ഓഫ് സ്പെഷ്യൽ അഡ്വൈസർ ഓൺ ജെൻഡർ ഇഷ്യൂസ് ഇൻ അഡ്വാൻസ്മെന്റ് ഓഫ് വുമൺ ഉണ്ടോ? അതുപോലെ യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് ഫണ്ട് ഫോർ വുമൺ ഉണ്ടോ? ഇത്രയും കാര്യങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ 1, 2, 3 മാത്രമാണോ, എന്താണെന്നാണ് ചോദ്യം. ഈ പറയുന്ന 4 എന്താണ്? UN വുമണിന്റെ ഭാഗമാണെന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. UN വുമണിന്റെ ഭാഗമായുള്ള 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഈ പറഞ്ഞ DAW, അതുപോലെ ഇൻസ്ട്രോ, അതുപോലെ OSAGI, അതുപോലെ യൂണിഫോം അല്ലേ. ആ 4 ഭാഗങ്ങളെയും എന്താണ്? UN ജനറൽ അസംബ്ലിയാണ് സംയോജിപ്പിക്കുന്നത്. ന്യൂഡൽഹിയിലാണ് UN വുമണിന്റെ ഇന്ത്യ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് കൂടെ അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമത്തിന് കീഴിൽ ഗാർഹിക പീഡനത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ, ഇത് പ്രീവിയസിൽ വന്ന ചോദ്യമാണ്. അതായത് താഴെ പറഞ്ഞ എന്താണ്? ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഉണ്ടല്ലോ, അഗൈൻസ്റ്റ് വുമൺ 2005, ആ ഒരു ആക്ട് പ്രകാരം ഡൊമസ്റ്റിക് വയലൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ചോദ്യം. ഒന്ന് ശാരീരിക പീഡനം, മറ്റൊന്ന് ലൈംഗിക പീഡനം, മറ്റൊന്ന് വാക്കാലുള്ളതും വൈകാരികമായുള്ള പീഡനം അല്ലെങ്കിൽ മാനസിക പീഡനം, മറ്റൊന്ന് സമ്പത്തിന്റെ പേരിലുള്ള സാമ്പത്തിക പീഡനം. ഒന്ന് മാത്രമാണോ? ആ 1, 3, 4 ആണോ? ബോത്ത് 2 and 3 ആണോ, അല്ലെങ്കിൽ ഓൾ ഓഫ് ദി എബവ് എന്നാണോ ചോദ്യം വരുന്നത്. സോ ഇവിടെ എന്താണ്? എല്ലാം അല്ലേ. ശാരീരിക പീഡനം, ലൈംഗിക പീഡനം, വാക്കാലുള്ളതും വൈകാരികമായുള്ള പീഡനം, അല്ലെങ്കിൽ മാനസിക പീഡനം, സാമ്പത്തിക പീഡനം, ഈ 4 കാര്യം വരുന്നത് പ്രീവിയസിൽ വന്ന ചോദ്യമാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. നമ്മൾ ഗാർഹിക പീഡനത്തിനുള്ള സ്ത്രീകളെ സംരക്ഷണ നിയമം അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 നോക്കിക്കഴിഞ്ഞാൽ 2005 ഈ ഒരു ആക്ട് വരുന്നത് അല്ലേ. മനുഷ്യാവകാശ ലംഘനമായിട്ട് കൂടെ ഈ ഒരു ഗാർഹിക പീഡനത്തിൽ പറയുന്നുണ്ട്. 2005 ഈ ഒരു ആക്ട് വന്നെങ്കിലും 2006 ഒക്ടോബർ 26 ഇത് നിയമം പ്രാബല്യത്തിൽ കെയിം ഇൻറ്റു ഫോഴ്സ് ആയിട്ട് പറഞ്ഞ നിയമത്തിന് 43ാം നിയമമായിട്ട്, എത്രാമത്തെ നിയമം എന്നൊക്കെ PSC ചോദിക്കാറുണ്ട്. 2006 43ാമത്തെ നിയമമായിട്ടാണ് വന്നത്. ഈ ഒരു നിയമത്തിന് കീഴിൽ 4 കാര്യങ്ങൾ: ഫിസിക്കൽ അബ്യൂസ്, സെക്ഷൽ അബ്യൂസ്, വെർബൽ ആൻഡ് എമോഷണൽ അബ്യൂസ്, അതുപോലെ ഇക്കണോമിക് അബ്യൂസ്. ഇത് 4 പരീക്ഷയ്ക്ക് മുൻപ് വന്നതാണ്. ഈ നിയമത്തിന് കീഴിൽ 18 വയസ്സിന് താഴെയുള്ളവരെ എന്താണ് കുട്ടികളായിട്ടും പരിഗണിച്ചിരിക്കുന്നുണ്ട്. സംരക്ഷണ ഉദ്യോഗസ്ഥരെ, പ്രൊട്ടക്ഷൻ ഓഫീസറെ നിയമിച്ചിട്ടുണ്ട് അല്ലേ. ആ കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് സെക്ഷൽ ഹരാസ്മെന്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ്. താഴെ പറഞ്ഞതിൽ എന്താണ് പ്രിവെൻഷൻ ഓഫ് പ്രൊവിഷൻ ആൻഡ് റിഡ്രസൽ ആക്ട് 2013 തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം. ഒന്നാമത് 2012 സെപ്റ്റംബർ 3 ലോക്സഭ ഈ പറയുന്ന പോഷ് ആക്ട് അല്ലെങ്കിൽ സെക്ഷൽ ഹരാസ്മെന്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ് പാസ്സാക്കി എന്ന് പറയുന്നുണ്ട്. 2012 സെപ്റ്റംബർ 3 ലോക്സഭ പാസ്സാക്കി. 2013 ഫെബ്രുവരി 16 രാജ്യസഭ പാസ്സാക്കി. ഡേറ്റ് ഒക്കെ കൃത്യമായിട്ട് അറിയണം, ഇതൊക്കെ ചോദിക്കാറുണ്ടല്ലേ. 2013 ഏപ്രിൽ 26 രാഷ്ട്രപതി അംഗീകരിച്ചു. 2013 ഡിസംബർ 25 പ്രാബല്യത്തിൽ വന്നു. ഇതിൽ ഏതാണ് ശരി, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? ഓൺലി 1 ആണോ? ബോത്ത് 1 and 3 ആണോ? ബോത്ത് 2 and 3 ആണോ? ഇനി 2, 3, 4 ആണോ? ഇതിൽ റോങ് ആണ് ചോദിച്ചത്, കറക്റ്റ് അല്ല. ഒരിക്കലും എന്താണ് ഉത്തരം തെറ്റിപ്പോയത്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചത്. ഇതിൽ ഏതൊക്കെയാണ് റോങ് വരുന്നത്? 2, 3, 4 ആണ്. ശരി എന്താണ്? 1 മാത്രമാണ് ശരി അല്ലേ. 2012 സെപ്റ്റംബർ 3 ലോക്സഭ പാസ്സാക്കിയെന്ന് മാത്രമാണ് ശരി. ഇത് സപ്പോസ് റോങ് എന്ന് കാണാതെ കറക്റ്റ് എന്നാണെങ്കിൽ ഇത് അറിയുന്നവർ പോലും എന്താണ് 1 ഓൺലി കൊണ്ടുപോയിട്ട് ചെയ്തു അല്ലേ. സോ വീട്ടിലെത്തിരി വായിച്ചൊക്കെ മനസ്സിലാവും ഇത് തെറ്റായിരുന്നു ചോദിച്ചത്. ആൻസർ കീ വരുമ്പോൾ മനസ്സിലാവും 2, 3, 4 ആണ് തെറ്റെന്ന് മനസ്സിലാവും അല്ലേ. ഇവിടെ 2012 സെപ്റ്റംബർ 3 ലോക്സഭ പാസ്സാക്കിയെന്ന് പറഞ്ഞു, അത് ശരിയാണ്. നമ്മളോട് രാജ്യസഭ പാസ്സാക്കിയ ഡേറ്റ് പറഞ്ഞത് ഫെബ്രുവരി 16 ഫെബ്രുവരി 16 മറിച്ച് ഫെബ്രുവരി 26 രാജ്യസഭ പാസ്സാക്കിയത്. ഇനി 2013 ഏപ്രിൽ 26 രാഷ്ട്രപതി ഒപ്പുവെച്ചു എന്ന് പറഞ്ഞു. 26 ഏപ്രിൽ 22 രാഷ്ട്രപതി അംഗീകരിച്ചത്. ഇനി ഡിസംബർ 25 നമ്മൾ പ്രാബല്യത്തിൽ പറഞ്ഞത് അത് 2013 ഡിസംബർ 9 മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? മാച്ച് ദ ഫോളോയിങ് ആണല്ലേ. MSME കേട്ടില്ല, മൈക്രോ സ്മോള് മീഡിയം എന്റർപ്രൈസസ്. MSME കേട്ടില്ലേ? ആ MSMEസുമായിട്ട് ബന്ധപ്പെട്ട ടേൺ ഓവറിന്റെ കാര്യമാണ് തന്നത്. മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നിട്ടുള്ളത് 250 crore ആണോ, അല്ലെങ്കിൽ 50 crore ആണോ, അല്ലെങ്കിൽ 5 കോടിയാണോ? എന്തിന് മുകളിൽ ടേൺ ഓവർ പാടില്ല എന്നാണ് പറഞ്ഞത്. സോ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഓർഡർ തെറ്റിച്ചാണ് കൊടുത്തത്, മനഃപൂർവ്വം കൊടുത്തതാണ്. സോ മൈക്രോ, അതുപോലെ തന്നെ സ്മോള്, അത് കഴിഞ്ഞാൽ മീഡിയം ആണല്ലേ. ബട്ട് ഇവിടെ മൈക്രോ, മീഡിയം, സ്മോൾ എന്നാണ്. സോ മൈക്രോ എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറുതാണ്, അവിടെ 5 കോടി വരെയാണ് മാക്സിമം ടേൺ ഓവർ വരുന്നത്. സ്മോൾ എന്ന് പറയുമ്പോൾ 5 കഴിഞ്ഞിട്ട് 50 കോടി വരെയാണ് ടേൺ ഓവർ വരുന്നത്. ഇനി മീഡിയം എന്ന് പറയുമ്പോൾ 250 crore ആണല്ലേ. സോ ഒന്ന് മാച്ച് ചെയ്ത് നോക്കിയേ. മൈക്രോ എന്ന് പറയുമ്പോൾ A ആണല്ലേ. A എന്താണ് വരുന്നത്? A 5 കോടി എന്ന് പറയുമ്പോൾ A വരുന്നത് 3 ആണ്. ഇനി B എന്താണ്? മീഡിയം. മീഡിയം എത്രയാണ് പറഞ്ഞത് നമ്മൾ? 250 കോടിയാണല്ലേ. സോ അത് 1 ആണ് വരുന്നത്. ഇനി C എന്താണ്? C തീർച്ചയായിട്ടും 2 ആയിരിക്കും വരിക. A3, B1, C2. A3, B1, C2 ഓപ്ഷൻ A തന്നെയാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ആ രീതിയിൽ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ് ചോദിക്കുന്നതെങ്കിൽ അത് മൈക്രോ എന്റർപ്രൈസ് ആണെങ്കിൽ മാക്സിമം 1 കോടി രൂപയാണ്. ചുരുക്കി പറഞ്ഞാൽ മൈക്രോ എന്റർപ്രൈസ് 1 കോടിക്കും 5 കോടിക്കും ഇടയിലും,
സ്മോള് 10 കോടിക്കും 50 കോടിക്കിടയിലും, ഇനി എന്താണ് മീഡിയം എന്റർപ്രൈസ് 50-നും 250-നും ഇടയിലാണെന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞില്ലേ. സോ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിളായിട്ടൊരു കോഡും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്താണ് എല്ലാം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. ഇവിടെ എന്താണ് 1 × 5, ആ 5 ഇവിടെ 10 പഠിക്കുക, 10 × 5 എത്രയാണ് 50, 50 × 5 എത്രയാണ് 250 എന്ന് പഠിക്കാനൊക്കെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെക്കണം. നെക്സ്റ്റ് എന്താണ് ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് മൈ ജോബ് മൈ പ്രൈഡ്. കേരള ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു സ്കീമാണ്, എംപ്ലോയ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്കീമാണ്. അതിൽ മൈ ജോബ് മൈ പ്രൈഡുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായുള്ള സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ് ഇവിടെ ചോദിച്ചത്. ജോബ് ഫെയർസ് വെർ ഓർഗനൈസ്ഡ് അറ്റ് ഓൾ 14 ഡിസ്ട്രിക്ട്, 14 ജില്ലകളിലും ജോബ് ഫെയർസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. കറക്റ്റ് ആണല്ലേ. ഇറ്റ് വാസ് ലോഞ്ച് നടന്ന ലീഡർഷിപ്പ് കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് ലോഞ്ച് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അതും കറക്റ്റ് ആണല്ലേ. ദ ക്യാമ്പയിൻ ഈസ് റൺ ബൈ നോളേജ് എക്കണോമി മിഷൻ. ഇത് നടപ്പിലാക്കുന്നത് നോളേജ് എക്കണോമി മിഷൻ ആണ്, KEM ആണ് നടപ്പിലാക്കുന്നത്. കറക്റ്റ് ആണ്. ദ എയിം ഈസ് ടു ക്രിയേറ്റ് എംപ്ലോയ്മെന്റ് ഫോർ 5 lakh പീപ്പിൾ വിത്തിൻ 5 years. ഇവിടെ 5 ആണോ വരുന്നത്? അല്ല, 5 അല്ല വരുന്നത്. പിന്നെന്താണ് വരുന്നത്? 5-ന് പകരം അവിടെ വരുന്നത് 20 lakh പീപ്പിൾ ആണ്. 5 വർഷം കൊണ്ട് 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകുക അല്ലേ. സോ ഇവിടെ കറക്റ്റ് ഏതൊക്കെയാണ്? 1, 2, 3 മാത്രമാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. 1, 2, 3 മാത്രമാണ് വരുന്നത്. സോ എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം അല്ലെങ്കിൽ മൈ പ്രൈഡ്, മൈ ജോബ് മൈ പ്രൈഡ് എന്ന് പറയുന്നത് ജോബ് സീക്കേഴ്സിന് വേണ്ടിയിട്ട്, തൊഴിൽ അന്വേഷകർക്ക് വേണ്ടിയിട്ട് കുടുംബശ്രീയുടെ ലീഡർഷിപ്പിൽ 2022 മെയ് 8 തൊട്ടിട്ട് 15 വരെ വന്ന സ്കീമാണ്. നോളജ് എക്കണോമി മിഷനാണ് ഈ ഒരു ക്യാമ്പയിൻ നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിജിറ്റൽ കാര്യങ്ങൾ നോക്കുന്ന KDISC ആണ്. 14 ജില്ലകളിൽ ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. 20 ലക്ഷം ആണല്ലേ, 5 വർഷം കൊണ്ട് 20 ലക്ഷം ആളുകൾക്ക് എന്താണ് തൊഴിലവസരങ്ങൾ നൽകുക എന്നായിരുന്നു ഇതിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. കൂടെ അവിടെ നിന്ന് ഓർത്തു വയ്ക്കണം. നെക്സ്റ്റ് എന്താണ്? മാച്ച് ദ ഫോളോയിങ് ആണ് പറയുന്നത് അല്ലേ. ഷീ പാഡ്, നിഴൽ പദ്ധതി, എൻട്രി ഹോം, ഷീ ബോക്സ്. ഷീ പാഡ്, ഷീ ബോക്സ് എന്നൊക്കെ കാണുമ്പോൾ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ഷീ പാഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കറിയാം ആർത്തവവുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമാണല്ലേ. സോ ഇവിടെ എന്താണ് ആർത്തവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സ്കൂൾ വിദ്യാർത്ഥികളുടെ ആർത്തവ സംബന്ധമായ അവബോധം വളർത്തുക. സോ A2 ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഏറ്റവും നമുക്ക് അറിയുന്ന കാര്യം ആദ്യം തന്നെ നമ്മൾ എഴുതാം. സോ A2 എന്ന് പറയുമ്പോൾ എന്താണ്? ഫോർച്ചുനേറ്റ്ലി A2 വരുന്ന ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അല്ലേ. ഏതാണ് A2 വരുന്നത്? B മാത്രമാണ് വരുന്നത്. ഉത്തരം വരുന്നത് B മാത്രമാണ് വരുന്നത്. ഇനി എന്താണ് B വരുന്ന നിഴൽ പദ്ധതി എന്താണ് വരുന്നത്? രാത്രി കാലങ്ങളിൽ നിഴൽ എന്ന് പറയുമ്പോൾ രാത്രി നിഴൽ ഉണ്ടാവില്ല അല്ലേ. സോ നിഴൽ പോലെ ആര് വേണം? പോലീസും കാര്യങ്ങളും വേണം. രാത്രി കാലങ്ങളിൽ പൊതു ഇടങ്ങളിലോ വീടുകളിലോ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് സുരക്ഷ നൽകാതാണ് നിഴൽ പദ്ധതി വരുന്നത്. ഷീ പാഡ് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ്? എൻട്രി ഹോം പദ്ധതി വരുന്നുണ്ട്. എൻട്രി ഹോം പദ്ധതി എന്താണ്? പോക്സോ അതിജീവിതരായുള്ള പെൺകുട്ടികൾക്ക് സുരക്ഷിത അഭയകേന്ദ്രം നൽകുകയാണ്. ഷീ ബോക്സ് നമുക്കറിയാം, ജോലി സ്ഥലങ്ങളിൽ നിന്നാണ് സ്ത്രീകൾ ലൈംഗിക അതിക്രമങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഷീ ബോക്സ് വന്നത്. ഓക്കെ, ഷീ പാഡ് പറഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥികൾ എന്താണ്? ആർത്തവ സംബന്ധമായ അവബോധം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. സ്കൂളുകളിൽ 6 മുതൽ 12 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. 2018 വന്നത്. നിഴൽ പദ്ധതികൾ രാത്രികാലങ്ങളിൽ പൊതുയിടങ്ങളിലോ വീടുകളിലോ ഒറ്റപ്പെട്ടു വന്ന സ്ത്രീകൾക്ക് സുരക്ഷ നൽകാനുള്ള കേരള പോലീസ് പദ്ധതിയാണ്. 112 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ചാൽ ഉടനടി എന്താണ് സേവനം ലഭ്യമാവും. എൻട്രി ഹോം പദ്ധതി പോക്സോ അതിജീവിതരായുള്ള പെൺകുട്ടികൾക്ക് എന്താണ് സുരക്ഷിതമായുള്ളൊരു ഭാവി ഉറപ്പാക്കാൻ വേണ്ടി 18 വയസ്സ് വരെ എന്താണ് അവർക്ക് ഈ ഒരു എൻട്രി ഹോമിൽ താമസിക്കാം. ഷീ ബോക്സ് നമുക്കറിയാം, സ്ത്രീകൾക്ക് എന്താണ് തൊഴിലിടങ്ങളിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാൽ അത് അറിയിക്കാൻ വേണ്ടി, ഗവൺമെന്റ് അറിയിക്കാൻ വേണ്ടി ഷീ ബോക്സും ലഭ്യമാണ്. നെക്സ്റ്റ് എന്താണ്? കുടുംബശ്രീയുടെ രൂപീകരണ ലക്ഷ്യങ്ങൾ അല്ലേ. കുടുംബശ്രീ എന്ന് പറഞ്ഞ സംഘടനയുടെ രൂപീകരണ ലക്ഷ്യം പ്രീവിയസിൽ ചോദിച്ച ചോദ്യമാണ്. സ്ത്രീ ശാക്തീകരണം, തീർച്ചയായിട്ടും സ്ത്രീ ശാക്തീകരണം വരുന്നുണ്ടല്ലേ. നെക്സ്റ്റ് എന്താണ്? ചെറുവായ്പകൾ, സ്മോൾ ലോൺസ് 5000, 50,000 പോലെയുള്ള ലോണൊക്കെ നൽകുന്നുണ്ടല്ലേ. അതുപോലെ ഓൺടർപ്രണർഷിപ്പ്, വിവിധ പദ്ധതികൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതുപോലെ 10 വർഷത്തിനുള്ളിൽ ദാരിദ്ര്യം ഇല്ലാതാക്കി. ഇതൊക്കെ എന്താണ്? കുടുംബശ്രീയുടെ ലക്ഷ്യമാണ്. സോ ഓൾ ഓഫ് ദ അബോർഡ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. പ്രധാനമായിട്ട് 4 ലക്ഷ്യങ്ങളാണ് കുടുംബശ്രീക്കുള്ളത്. എന്തൊക്കെയാണ്? സ്ത്രീ ശാക്തീകരണം വന്നിട്ടുണ്ട്, ചെറുവായ്പ, സംരംഭകത്വം, 10 വർഷത്തിനുള്ളിൽ ദാരിദ്ര്യം ഇല്ലാതാക്കി അല്ലേ. ഇനി കുടുംബശ്രീയുടെ വെബ് പോർട്ടൽ എന്താണ്? സ്ത്രീ ശക്തിയാണ്. കുടുംബശ്രീ ഭിന്നലിംഗക്കാരുടെ ആദ്യ കുടുംബശ്രീ യൂണിറ്റ് ആണ്. മനസ്വിനി കോട്ടയത്താണ് വന്നത്. ബ്രാൻഡ് അംബാസിഡർ കുടുംബശ്രീയുടെ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ മഞ്ജു വൈറാണ്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വയ്ക്കണം. ഇത്രയുമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഹാൻഡ് പിക്കഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്കൊന്ന് സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ ചോദ്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ക്ലാസ്സിൻ്റെ ക്ലാസ് ചർച്ച ചെയ്തതിൻ്റെ ഒരു 10% പോലും നമ്മളിവിടെ പറഞ്ഞില്ല അല്ലേ. ചിലപ്പോൾ ഒരു 2-5% മാത്രമേ പറഞ്ഞിട്ടുണ്ടാവും. ബട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചിട്ട് പോകണം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അതുപോലെ മോക്ക് ടെസ്റ്റിലൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ക്ലാസ്സും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഇനി നമുക്ക് എൻ്റെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട എക്കണോമിക്സും അതുപോലെ തന്നെ അർബൻ ഗവേൺസും ആണുള്ളത്. അതിൻ്റെ ന്യൂ ഇയർ എക്സാം സീരീസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്